Okay, so optical fibers, acceptance angle and numerical aperture, അതുപോലെ നമ്മൾ types of optical fibers ഈ കൂടുതൽ തന്നെ ഡിസ്കസ് ചെയ്യും. Okay, so a minute. I don't know why my pen is not working. എൻ്റെ പെന്ന് വർക്ക് ചെയ്യുന്നില്ല, ഒരു മിനിറ്റ്. Okay, fine. Okay, so let me. Okay, so optical fibers, acceptance angle and numerical aperture, and also we will discuss types of optical fibers. അതിനകത്ത് സിംഗിൾ മോഡ്, മൾട്ടിപ്പിൾ മോഡ്, അതേപോലെ സിംഗിൾ മോഡിനകത്ത് സിംഗിൾ മോഡ്, മൾട്ടിപ്പിൾ മോഡിനകത്ത് നമുക്ക് സ്റ്റെപ്പ് ഇൻഡെക്സ് ഉണ്ട്, ഗ്രെയിൻ ഇൻഡെക്സ് ഉണ്ട്. സോ ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. സോ വി വിൽ ഡിസ്കസ് ദാറ്റ് ഓൾ നൗ. ഓക്കെ, സോ നമ്മൾ ലേസറിൻ്റെ ബാക്കിയായിട്ടാണല്ലോ ഈ ഓപ്റ്റിക്കൽ ഫൈബേഴ്സ് ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്കറിയാം ഈ ലേസേഴ്സ് കണ്ടുപിടിച്ചതിന് ശേഷം തന്നെ ആളുകൾ സയൻറ്റിസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയത് റിസർച്ച് ഫോർ propagating these lasers to large distances, okay, as signals, carrying signals. അതായത് അന്ന് വരെ നമുക്ക് അറിയാവുന്ന കമ്മ്യൂണിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ വയേർഡ് കമ്മ്യൂണിക്കേഷൻസ് ത്രൂ മെറ്റൽ കേബിൾസ് ആയിരുന്നു. ഓക്കെ, അതായത് കോപ്പർ അതുപോലെ അലൂമിനിയം കേബിൾസിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതായിരുന്നു നമുക്കറിയാവുന്നത്. ബട്ട് ആഫ്റ്റർ ദ ഡിസ്കവറി ഓഫ് ലേസേഴ്സ്, scientists started to think whether the laser can be carried over large distances through optical some media. Okay, ആദ്യം അവർ ലേസേഴ്സിനെ എന്ത് ചെയ്തു, എയറിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ നമുക്കറിയാം എയറിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ ദർ ആർ ലോട്ട് ഓഫ് ഡിസ്റ്റർബൻസസ് ഇൻ അറ്റ്മോസ്ഫിയർ സച്ച് ആസ് റെയിൻ, ഫോഗ് എക്സെട്ര. സോ ഈ റെയിൻ, ഫോഗ് കാരണം ഈ പിന്നെ ലേസേഴ്സിന് അധികം ദൂരം സഞ്ചരിക്കാൻ കഴിയാതെ വന്നു. അധികം ദൂരം എന്ന് പറഞ്ഞാൽ നോർമൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 1 കിലോമീറ്റർ ഒക്കെ ഈസി ആയിട്ട് ലേസർ സഞ്ചരിക്കും. പക്ഷേ നമ്മൾ കിലോമീറ്റേഴ്സ്, ഹൺഡ്രഡ്സ് ഓഫ് തൗസൻഡ്സ് ഓഫ് കിലോമീറ്റേഴ്സിൻ്റെ കേസിലാണ് നമ്മൾ പറയുന്നത്. സോ ഇവിടെ പിന്നെ നമ്മൾ എന്ത് ചെയ്തു, അറ്റ്മോസ്ഫിയറിൻ്റെ ഒരു പ്രശ്നം വന്നപ്പോൾ നമ്മൾ പിന്നീടാണ് ചിന്തിക്കാൻ തുടങ്ങിയത് എങ്ങനെയാണ് ലേസേഴ്സ് അല്ലെങ്കിൽ ഈ ലൈറ്റ് വേവ്സ് നമുക്ക് കേബിൾസിനകത്തൂടെ പാസ് ചെയ്യാം. ആ ചിന്തയിൽ നിന്നാണ് ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് എന്നുള്ള ഐഡിയ ഉള്ളത്. സോ ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്താണ്? ഇറ്റ് ഈസ് എ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്. ലൈറ്റിൻ്റെ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ ഒപ്റ്റിക്സിൽ പഠിച്ചിട്ടുണ്ടാവും. എന്താണ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്? വെൻ ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഫസ്റ്റ് മീഡിയം ഈസ് ലെസ് ദാൻ ദ സെക്കൻഡ് മീഡിയം, when a light ray enters into a medium of higher refractive index through an angle called critical angle, the light will gaze the interface between the medium. Or if we pass the light higher angles than critical angle, then smaller angles than critical angle, then all the light will be totally internally reflected. And this phenomenon is total internal reflection, and this is used in optical fibers. Okay, so ഈ ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ വേവ് ഗൈഡ്. ഓക്കെ, ഗൈഡിങ് നമ്മൾ പിന്നെ വേവ്സിനെ ഗൈഡ് ചെയ്യുന്ന ഒബ്ജക്ട്സിനെ നമ്മൾ വേവ് ഗൈഡ്സ് എന്ന് വിളിക്കുന്നത്. വേവ് ഗൈഡ്സ് സാധാരണ നമ്മൾ പിന്നെ പല ടൈപ്പുള്ള വേവ് ഗൈഡ്സ്, മൈക്രോവേവ് വേവ് ഗൈഡ്സ് ഉണ്ട്, അതുപോലെ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിനകത്ത് വരുന്ന ലൈറ്റ് ഫ്രീക്വൻസീസിൽ വരുന്ന, അതായത് വിസിബിൾ ലൈറ്റിൻ്റെ സ്പെക്ട്രത്തിൽ വരുന്ന വേവ് ഗൈഡ്സിനെ നമ്മൾ ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ മറ്റുള്ള വേവ്സിനെ മൈക്രോവേവ് ഗൈഡ് ചെയ്യാൻ നമുക്ക് മൈക്രോവേവ് വേവ് ഗൈഡ്സ് ഉണ്ട്. അതുപോലെ എക്സ്റേസ് ഗൈഡ് ചെയ്യാൻ, ഓരോ ലൈറ്റ് വേവ്സിനെ ഗൈഡ് ചെയ്യാൻ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസി ഇതിലുള്ള വേവ് ഗൈഡ്സ് ഉണ്ട്. പക്ഷേ നമുക്ക് ലൈറ്റിൻ്റെ ഫ്രീക്വൻസി, അതായത് വിസിബിൾ ലൈറ്റിൻ്റെ ഫ്രീക്വൻസീസിലുള്ള ലൈറ്റ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിനെ ഗൈഡ് ചെയ്യാൻ അല്ലെങ്കിൽ പാസ് ചെയ്യാൻ, കമ്മ്യൂണിക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ ലാർജ് ഡിസ്റ്റൻസിൽ മൂവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന അതിനാണ് വേവ് ഗൈഡ്സ്. അതുപോലെ അതും ഉപയോഗിക്കുന്ന വേവ് ഗൈഡാണ് ആക്ച്വലി ഒപ്റ്റിക്കൽ ഫൈബർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ദ കപ്പാസിറ്റി ടു ക്യാരി എ ഹ്യൂജ് amount of information over long distances. Okay, and these two with extremely low losses, without any much loss than compared to other modes of propagation.
ലൈക്ക് കോപ്പർ കണ്ടക്ടേഴ്സിലൂടെയും അതുപോലെ പിന്നെ നിങ്ങൾ നമ്മുടെ പിന്നെ കേരളത്തിൽ നമ്മുടെ ബ്രോഡ്ബാൻഡ് സിസ്റ്റംസൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. പണ്ട് മുമ്പൊക്കെ നമുക്ക് കോപ്പർ വയേഴ്സില്ല, BSNLൊക്കെ പഴയ ബ്രോഡ്ബാൻഡ് എടുത്തവർക്ക് അറിയാം, അതിൽ കോപ്പർ വയേഴ്സ് ആയിരുന്നു അതിൻ്റെ പിന്നെ സിഗ്നൽസ് പാസ് ചെയ്യാൻ നമ്മൾ ഉപയോഗിച്ചിരുന്നത്. ഭയങ്കര തടിച്ച ഒരു വയറായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ ഒപ്റ്റിക്കൽ ഫൈബേഴ്സാണ് യൂസ് ചെയ്യുന്നത്. ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് ആണ് വളരെ വളരെ പിന്നെ ഇതാണ് പിന്നെ കനം കുറഞ്ഞ ടൈപ്പ് ഫൈബേഴ്സ്. So now we are using optical fibers very largely. So optical fibers ne kuറിച്ച് 3 ആണ് ബേസിക് ആയിട്ട് പറയാനുള്ളത്. അതിൻ്റെ പ്രിൻസിപ്പിൾ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ആണ്, അതുപോലെ അത് വേവ് ഗൈഡ്സ് ആണ്, ഫോർ ലൈറ്റ് വിസിബിൾ ലൈറ്റിൻ്റെ വേവ് ഗൈഡ്സ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. So how light propagates through an optical fiber? ഇപ്പോൾ പറഞ്ഞതിൻ്റെ ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് പറയാം. An optical fiber is a transparent channel or pipe as thin as human hair. ഹ്യൂമൻ ഹെയറിൻ്റെ അത്രയും തിന്നായിട്ടുള്ളൊരു ഒബ്ജക്ട്സ് ആണ് ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദിസ് ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് ഇസ് ആസ് തിൻ ആസ് ഹ്യൂമൻ ഹെയർ, മെയ്ഡ് ഓഫ് ഗ്ലാസ് ഓർ ക്ലിയർ പ്ലാസ്റ്റിക്. ഇവിടെ ഉണ്ടാക്കുന്നത് ഗ്ലാസിനാലോ അല്ലെങ്കിൽ ക്ലിയർ പ്ലാസ്റ്റിക്കിനാലാണ്. ഡിസൈൻഡ് ടു ഗൈഡ് ലൈറ്റ് വേവ്സ് അലോങ് ഇറ്റ്സ് ലെങ്ത്. ഓക്കെ, ആ വയറിൻ്റെ ലെങ്ത്തിൻ്റെ അക്രോസ് ഇറ്റ്സ് ലെങ്ത് ലൈറ്റിനെ ഗൈഡ് ചെയ്യാനാണ് നമ്മൾ അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. An optical fiber works on the principle of total internal reflection. Clearly, ഇതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ സാധ്യത വളരെ കൂടുതലാണ്, ബട്ട് വളരെ സിമ്പിളാണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഓപ്ഷൻസ് വരും. When light enters one end of the fiber, it undergoes total reflections from the side walls and travel down the length of a fiber along a zigzag path. Zigzag path എന്നാൽ ഇങ്ങനെ ഇതാ ഈ പാത്തിനാണ്, ഇത്തരം പാത്തിനാണ് നമ്മൾ zigzag path എന്ന് പറയുക അല്ലേ. അപ്പോൾ ഒപ്റ്റിക്കൽ ഫൈബറിലൂടെ ആക്ച്വലി ലൈറ്റ് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടല്ല മൂവ് ചെയ്യുന്നത്. ലൈറ്റ് എന്ത് ചെയ്യാണ്, സിഗ്സാഗ് താഴെയും മുകളിലും തട്ടി ഇങ്ങനെയാണ് പോകുന്നത്. സോ ഇങ്ങനെ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ബെൻഡിങ് വി ക്യാൻ അലോ ബെൻഡ് ഫോർ ഒപ്റ്റിക്കൽ ഫൈബേഴ്സ്. ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് വേണമെങ്കിൽ ബെൻഡ് ചെയ്യാം, ജസ്റ്റ് ലൈക്ക് സാധാരണ കേബിൾ, കോപ്പർ കേബിൾസ് പോലെ തന്നെ എന്ത് ചെയ്യാം, നമുക്ക് ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് കേബിൾസും ബെൻഡ് ചെയ്യാം. ഓക്കെ, ഈവൻ ദോ ലൈറ്റ് സ്ട്രേറ്റ് ലൈനാണ് പാസ് ചെയ്യുന്നതും, പക്ഷേ ഇത് സിഗ്സാഗ് പാത്തിലൂടെയാണ്, ഒരു സിഗ്സാഗ് മൂവിങ് ആണ് ഉള്ളത്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. ലൈറ്റ് moves through the optical fibers in a straight line, zigzag path, circular path, അങ്ങനെ പല ഓപ്ഷൻസും തരാം. അപ്പോൾ ഏതാണ് സിഗ്സാഗ് പാത്ത്? അങ്ങനെ സിഗ്സാഗ് പാത്ത് എന്നാൽ ഇതാ ഈ രൂപത്തിലുള്ള, അത് ചെറിയ സ്ട്രെയിറ്റ് ലൈൻസിൻ്റെ സെഗ്മെൻറ്റ്സ് ആയിട്ടാണ്. ഓക്കെ, ചെറിയ സ്ട്രെയിറ്റ് ലൈൻസിൻ്റെ സെഗ്മെൻറ്റ്സ് ആയിട്ടാണ് ഇവിടെ സംഭവിക്കുന്നത്. ഓക്കെ, an optical fiber in general consists of 3 coaxial regions as shown here. Okay, ഇവിടെ നമുക്ക് ഡയഗ്രാംസിൽ കാണിച്ചിട്ടുണ്ട് മെയിൻ ആയിട്ടുള്ള 3 റീജിയൻസ് ഉള്ളത്. ഒന്ന് ദിസ് റീജിയൻ ഈസ് നോൺ ആസ് ജാക്കറ്റ്. ഓക്കെ, ഓർ നമുക്കുള്ളത് കോർ, ക്ലാഡിംഗ് എന്ന മെയിൻ രണ്ട് റീജിയൻസ് ആണ്. കോർ എന്ന് പറയുന്നത് ഇന്നർ അത് ലൈറ്റ് ഗൈഡ് ചെയ്യുന്നത്, അതാണ് അവിടെ ലൈറ്റിനെ ഗൈഡ് ചെയ്യുന്ന മീഡിയം എന്ന് പറയുന്നത് കോർ. ആൻഡ് അതിൻ്റെ തൊട്ട് പുറത്തായിട്ട് ക്ലാഡിംഗ്. വാട്ട് ഇസ് ദ പർപ്പസ് ഓഫ് ക്ലാഡിംഗ്? ക്ലാഡിങ്ങിൻ്റെ പർപ്പസ് എന്നാണ് ടു പ്രൊവൈഡ് എ ലോവർ ഡെൻസിറ്റി മീഡിയം. ഓക്കെ, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി അല്ലെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കോറിനേക്കാളും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറഞ്ഞൊരു മീഡിയം പ്രൊവൈഡ് ചെയ്യുക. എന്തിനാണത്? ടു മേക്ക് ദ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ പോസിബിൾ. ഓക്കെ, സോ രണ്ടാമത്തെ ക്ലാഡിംഗ് എന്ന് പറയുന്നത് എന്തില്ല, ക്ലാഡിങ്ങിന് ലൈറ്റ് പ്രോപ്പഗേഷനിൽ ലൈറ്റ് ക്ലാഡിങ്ങിലൂടെ പാസ് ചെയ്യുന്നില്ല. ഓക്കെ, ക്ലാഡിംഗ് ജസ്റ്റ് ആക്ട്സ് ആസ് എ മീഡിയം ഫോർ വിച്ച് കോറിനകത്ത് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ സംഭവിക്കണമെങ്കിൽ ക്ലാഡിങ്ങിന് വേണം. ക്ലാഡിംഗ് ഇല്ലെങ്കിൽ ക്ലാഡിങ്ങിലേക്കൂടെ എന്ത് ചെയ്യും, ലൈറ്റ് എൻ്റർ ചെയ്യും. ഓക്കെ, ആ റീജിയനിലൂടെ ലൈറ്റ് എൻ്റർ ചെയ്യും. സോ ആക്ച്വലി ക്ലാഡിംഗ് ആക്ട് ചെയ്യുന്നത് എന്താണ്, ഒരു ബാരിയർ പോലെയാണ്. ലൈറ്റ് പുറത്തേക്ക് കടക്കാതിരിക്കാനുള്ള ഒരു ബാരിയർ പോലെയാണ് എന്ത് ആക്ട് ചെയ്യുന്നത്, ക്ലാഡിംഗ് ആക്ട് ചെയ്യുന്നത്. പിന്നീട് ശരിക്ക് എക്കണോമിക്കലായിട്ട് അല്ലെങ്കിൽ കൊമേഴ്ഷ്യലായിട്ട് പിന്നെ മാനുഫാക്ചർ ചെയ്യുന്ന പിന്നെ ഒപ്റ്റിക്കൽ ഫൈബേഴ്സിൻ്റെ സ്ട്രക്ചറിൽ കുറച്ചും കൂടെ സ്ട്രക്ചേഴ്സ് ഉണ്ട്. നമ്മൾ സാധാരണ പഠിക്കുമ്പോൾ നമ്മൾ കോറ്, ക്ലാഡിംഗ് എന്ന് പറഞ്ഞ് 2-3 റീജിയൻസാണ് നമ്മൾ സാധാരണ പറയുന്നത്, കോയാക്സിയൽ റീജിയൻസ്. ഓക്കെ, കോറും ക്ലാഡിങ്ങും അതുപോലെ ജാക്കറ്റ്, ഈ 3 റീജിയൻസാണ് നമ്മൾ സാധാരണ പറയാറുള്ളത്, കോറ്, ക്ലാഡിംഗ്, ജാക്കറ്റ്. ജാക്കറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പുറത്തുള്ള പ്ലാസ്റ്റിക് കോട്ടിംഗ് ആണ്. ഓക്കെ, അത് ഈ സ്ട്രക്ചറിനെ മറ്റുള്ള ഡാമേജുകളിൽ നിന്നൊക്കെ സേഫായിട്ട് ഇതാക്കാനാണ്. ഓക്കെ, പിന്നെ കുറച്ച് അഡീഷണൽ സ്ട്രക്ചർ വരുന്നത് ബഫറാണ്. ഇത് നിങ്ങൾ മിക്ക ടെക്സ്റ്റ് ബുക്കുകളൊന്നും ഒന്നും കാണില്ല. ബഫറിൻ്റെ മുകളിലാണ് ജാക്കറ്റ് വരുന്നത്. ഓക്കെ, ജാക്കറ്റിൻ്റെ ലോവർ എൻഡിൽ നമ്മൾ കാണുന്നുണ്ട് ആരാമിഡ് യാൺ എന്ന് പറഞ്ഞ ഒരു സ്ട്രക്ചറിനോട് വരുന്നുണ്ട്. ബട്ട് ദീസ് ആർ ഡീറ്റെയിൽസ്, വെരി ഡീറ്റെയിൽസ് എന്ന് വെച്ചാൽ നമ്മൾ പിന്നെ മാനുഫാക്ചർ ചെയ്യുന്ന എഞ്ചിനീയറിംഗ് സൈഡിലുള്ള കാര്യങ്ങളാണ്. ഓക്കെ,
So we are learning the physics of the optical fibers. The innermost region is the light guiding region known as the core. Innermost region we core എന്നാണ് വിളിക്കുന്നത്. So innermost region, which is core, and the coaxial middle region is known as cladding. Okay, so here the refractive index of the innermost core is N1 and the refractive index of cladding is N2. Then there is a relationship existing between N1 and N2, that is N1 greater than N2. Cladding in the refractive index is always less than the refractive index of the core. Okay, the cladding is surrounded by a protective jacket or sheath made of one or more layers of plastic or polymer and is provided for protection against mechanical stresses, moisture and other environmental dangers. So sheath inde allengil pinne jacket inde main aayittulla purpose endana mechanical external karanam ee coaxial cables mikkavarum ground lude ke aayirikkum pass cheyyunnathu alle appo ground lude pass cheyyumbom adinte mollil varuna stress mechanical stress ne ellam overcome cheyanana nammal ee jacket ennulla bhagam ഉപയോഗിക്കുന്നത്. അതുപോലെ moisture പുറത്ത് നമ്മൾ അറ്റ്മോസ്ഫിയറിലൂടെയാണ് പാസ് ചെയ്യുന്നതെങ്കിൽ നമുക്കറിയാം അറ്റ്മോസ്ഫിയറിൽ മോയ്സ്ചർ ഉണ്ടാവും, സ്നോസ് ഉണ്ടാവും, ഇതൊന്നും ഇതിനെ ബാധിക്കരുത് അല്ലേ. സോ അതിന് വേണ്ടിയാണ് നമ്മൾ മോയ്സ്ചർ ജാക്കറ്റ്സ്. സോ ജാക്കറ്റ്സിൻ്റെ പർപ്പസ് എന്നാണ് ടു ഗിവ് പ്രൊട്ടക്ഷൻ ഫോർ ഒപ്റ്റിക്കൽ ഫൈബർ അഗെയിൻസ്റ്റ് മെക്കാനിക്കൽ സ്ട്രെസ്, മോയ്സ്ചർ ആൻഡ് എൻവയറമെൻറ്റൽ ഡേഞ്ചേഴ്സ്. ഓക്കെ, ഇത്രയും 3 കാര്യങ്ങളാണ് വരുന്നത്. ഇഫ് എ റേ ഓഫ് ലൈറ്റ് ഈസ് ലോഞ്ച്ഡ് ഇൻ ടു ദ ഫൈബർ such that it subtends an angle greater than the critical angle. Critical angle എന്ന് നമുക്കറിയാം, it's the angle below which all the rays are totally internally reflected, okay, at the core cladding interface. Okay, so if a ray of light such ഏത് രൂപത്തിൽ ലോഞ്ച് ചെയ്തു, അത് it makes an angle greater than the critical angle at the core cladding interface, it will undergo total internal reflection and it will be guided through the fiber. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞത് ക്രിട്ടിക്കൽ ആംഗിളിനേക്കാളും ചെറിയ വാല്യൂസ് ആണ് അല്ലേ. സോ ഇവിടെ ഗ്രേറ്റർ ദാൻ ദ ക്രിട്ടിക്കൽ ആംഗിളാണ്. ഓക്കെ, ആ ഡയഗ്രാം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏതാണ് ആംഗിൾ ഉദ്ദേശിക്കുന്നത്. ശരിക്കും ഈ നോർമലായിട്ടാണ് നമ്മൾ ആംഗിൾ മെഷർ ചെയ്യുന്നത്. നോർമൽ വിത്ത് റെസ്പെക്ട് ടു നോർമലാണ് ആംഗിൾ മെഷർ ചെയ്യുന്നത്. സോ therefore this will be greater than critical angle that undergo total internal reflection and will be guided through the fiber. Okay, now let's define study about the different types of optical fibers. Okay, so mainly there are two different optical fibers are divided into 2 categories. One is single mode fiber and multi-mode fiber. മോഡ് എന്താണ്? മോഡ് എന്ന് പറയുന്നത് ഒരു ഒപ്റ്റിക്കൽ ഫൈബറിനകത്ത് ഒരു ലൈറ്റിൻ്റെ പ്രോപ്പഗേഷനെ ഡിഫൈൻ ചെയ്യുന്ന ഒരു ക്വാണ്ടിറ്റിയാണ് മോഡ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ലൈറ്റിൻ്റെ പ്രോപ്പഗേഷൻ ഏതൊക്കെ തരത്തിലാണ് പോകുന്നതിനാണ് നമ്മൾ മോഡ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ ദർ ആർ ഡിഫറെൻറ്റ് മോഡ്സ്. സോ ഈ സിംഗിൾ മോഡിനകത്ത് ഒരു ഒറ്റ മോഡ്സ് മാത്രമേ പോസിബിൾ ആയിട്ടുള്ളൂ. ബട്ട് മൾട്ടി മോഡിൽ ഡിഫറെൻറ്റ് മോഡ്സ് പോസിബിൾ ആണ്. ഫോർ എക്സാമ്പിൾ നമ്മളൊരു കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇഫ് യു ഹാവ് എ optical fiber like this, then there will be modes like this. Okay, and there will be modes like this also. കുറച്ചും കൂടെ ആംപ്ലിറ്റ്യൂഡ് കൂടിയ മോഡ്സ് ഉണ്ടാവും. അതുപോലെ ഡിപ്പെൻഡിങ് ഓൺ ദ വേവ് ലെങ്ത് ഓർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ ഒപ്റ്റിക്കൽ ഫൈബർ. സോ ഡിഫറെൻറ്റ് മോഡ്സ് പോസിബിൾ ആണ്. വിൽ സി ഹൗ എങ്ങനെയാണ് ഡിഫറെൻറ്റ് മോഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാം. A single mode fiber has a small core diameter. Single മോഡിനകത്ത് ഒറ്റ സിംഗിൾ കോറേ എനിക്കുണ്ടാവുള്ളൂ. ഒറ്റ സ്മോൾ കോർ, സിമ്പിൾ കോർ ഡയമീറ്റർ, വളരെ ഡയമീറ്റർ കുറഞ്ഞ ഡയമീറ്ററേ അതിനുണ്ടാവുള്ളൂ. ടിപ്പിക്കലി ഓഫ് ദിസ് സൈസ് 4 മൈക്രോമീറ്റർ. അത് ഞാൻ ഇവിടെ പറയുന്നില്ല, ലേറ്റർ ഐ വിൽ ടെൽ ദിസ്. സ്മോൾ കോർ ഡയമീറ്ററിനകത്ത് 4 മൈക്രോമീറ്റർ ഒക്കെ റേഞ്ചിൽ അതിൻ്റെ കോറിൻ്റെ ഡയമീറ്റർ ഉണ്ടാവുള്ളൂ. ഓക്കെ, ആൻഡ് സിംഗിൾ മോഡ് ഫൈബർ ക്യാൻ ഓൺലി സപ്പോർട്ട് 1 മോഡ് ഓഫ് പ്രൊപ്പഗേഷൻ. ഒറ്റ പ്രൊപ്പഗേഷൻ മോഡ് മാത്രമേ ഇതിന് സപ്പോർട്ട് ചെയ്യാൻ കഴിയുള്ളൂ. ഓൺ ദ അതർ ഹാൻഡ് എ മൾട്ടി മോഡ് ഫൈബർ ഹാസ് എ ലാർജർ കോർ ഡയമീറ്റർ ആൻഡ് സപ്പോർട്ട്സ് നമ്പർ ഓഫ് മോഡ്സ്. സോ മൾട്ടി മോഡ് ഫൈബറിൻ്റെ കേസിൽ നമുക്ക് ലാർജ് കോർ ഉണ്ട്. കോർ സൈസ് വളരെ ലാർജ് ആണ്. മൾട്ടി മോഡ് ഫൈബേഴ്സ് ആർ ഫർദർ ഡിവൈഡഡ് ഇൻ ടു 2 on the basis of their refractive index profile. Okay.
റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന് അനുസരിച്ച് അല്ലെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എങ്ങനെയാണ് പിന്നെ അതിൻ്റെ ക്രമീകരിക്കുക അനുസരിച്ചിട്ട് നമുക്ക് രണ്ട് ഡിഫറെൻ്റ് ആക്കി രണ്ട് ടൈപ്പായിട്ട് പിന്നെയും ഡിവൈഡ് ചെയ്യാം. ആരെ? മൾട്ടി മോഡ് ഫൈബേഴ്സിന്. സിംഗിൾ മോഡ് ഫൈബേഴ്സിനകത്ത് ദർ ഈസ് നോ ഡിഫറെൻറ്റ് പ്രൊഫൈൽ, ഓൺലി സിംഗിൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സുള്ള മെറ്റീരിയലാണ് നമ്മൾ സിംഗിൾ മോഡ് ഫൈബേഴ്സിൻ്റെ കേസിൽ യൂസ് ചെയ്യുന്നത്. അതും വളരെ തിന്നായിരിക്കും, വളരെ ചെറിയ ഡയമീറ്ററുള്ള ഒരു. പക്ഷേ മൾട്ടി മോഡിനകത്ത് ഡിഫറെൻറ്റ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള സ്മോൾ വേരിയേഷൻസ് ഉള്ള റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള കുറേ ലെയേഴ്സ് ആയിട്ടാണ് കോർ ക്രിയേറ്റ് ചെയ്തത്. ഇൻ കേസ് ഓഫ് ഏത് കേസിൽ? മൾട്ടി മോഡ് ഫൈബേഴ്സിനകത്ത്. ഈ മൾട്ടി മോഡ് ഫൈബേഴ്സിനകത്ത് ഗ്രേഡഡ് ഇൻഡെക്സ് ഉണ്ട്, സ്റ്റെപ്പ് ഇൻഡെക്സ് ഉണ്ട്. സോ ഗ്രേഡഡ് ഇൻഡെക്സിനകത്ത് ഒരുപാട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സുകൾ കൂടി ചേർന്നിട്ടുണ്ടാവും. സോ സിംഗിൾ മോഡ് സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബറിൽ പറയുന്നത് ടിപ്പിക്കൽ സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബർ ഹാസ് എ കോർ ഡയമീറ്റർ ഓഫ് 4 മൈക്രോമീറ്റർ പറഞ്ഞല്ലോ, വിച്ച് ഈസ് ഓഫ് ദ ഓർഡർ ഓഫ് എ ഫ്യൂ വേവ് ലെങ്ത്സ് ഓഫ് ലൈറ്റ്. ഓക്കെ, അത് കുറച്ച് ലൈറ്റിൻ്റെ വേവ് ലെങ്സ് എന്നാണ് 400 നാനോമീറ്റർ ആണ് അല്ലേ, 400 നാനോമീറ്റർ. സോ 400 നാനോമീറ്റർ എന്ന് എത്രയാണ്? 0.4 മൈക്രോമീറ്റർ ആണ് അല്ലേ, 0.4 മൈക്രോമീറ്റർ. സോ 0.4 മൈക്രോമീറ്ററിൻ്റെ 10 ടൈംസ് ആണ് എന്ത്? 4 മൈക്രോമീറ്റർ എന്നത്. സോ ലൈറ്റിൻ്റെ വേവ് ലെങ്ത്തിൻ്റെ 10 ടൈംസ് ഇതിൻ്റെ ഡയമീറ്റർ ഉള്ളൂ, ഇതിൻ്റെ ഓപ്റ്റിക്കൽ ഫൈബറിൻ്റെ കേബിളിൻ്റെ ഡയമീറ്റർ ഉള്ളൂ. അപ്പോൾ നോക്കൂ നിങ്ങൾ എത്ര തിന്നായിട്ടാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ മാനുഫാക്ചറിങ് പ്രോസസ്സൊക്കെ വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആണ്. ഓക്കെ, അത്രയും വളരെ മൈന്യൂട്ടായിട്ടുള്ള കേബിൾസാണ് നമ്മൾ വളരെ ലാർജ് ഡിസ്റ്റൻസിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, so a typical fiber has a core diameter of 4 micrometer, which is of the order of few wavelengths of light. The fiber is surrounded by a protective sheath. Fiber നമ്മൾ protective sheath എന്ന് പറയുന്നത്. The refractive index of fiber changes abruptly at the core cladding interface. ഇവിടെ കോറിൻ്റെയും ക്ലാഡിങ്ങിൻ്റെയും പിന്നെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്താണ്? അബ്രപ്റ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യാണ്. അത് ഇവിടെ N1 ആണെങ്കിൽ ഒറ്റയടിക്ക് N2 ആവാണ് ഇവിടെ. ഓക്കെ, പക്ഷേ മൾട്ടി മോഡിൽ അങ്ങനെയല്ല. മൾട്ടി മോഡിൽ നമ്മൾ ഗ്രാജുവലി ചെറിയ ലെയേഴ്സ് കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, സോ വിൽ സി. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ മനസ്സിലാവും. ഇൻ ദിസ് കേസ് ദിസ് ഈസ് ദി ഈ എ എന്നുള്ള തിക്നെസ് ആണ് എന്ത്? കോറിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത്. ഇറ്റ്സ് ഓഫ് ദ ഓർഡർ 4 മൈക്രോമീറ്റർ. 4 മൈക്രോമീറ്റർ ഒക്കെ ഇതിലാണ് വരുന്നത്. നൗ ദിസ് പാർട്ട് ഈസ് ദ കോർ. സോ ഈ കോറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എത്രയാണ്? കോറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഈസ് N1. ഓക്കെ, അതേപോലെ ഇതാണ് ക്ലാഡിംഗ് എന്ന് പറയുന്നത്. ഈ ക്ലാഡിംഗ് റീജിയൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എത്രയാണ്? ഇറ്റ് ഈസ് N2. ഓക്കെ, സോ ഇവിടെ നമുക്ക് ഒറ്റ മോഡ് മാത്രമേ പോസിബിൾ ആവുള്ളൂ. കാരണം ഇതിനകത്തേക്ക് ലൈറ്റ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് ഇതിനകത്ത് ഈ ഒരു മോഡിൽ മാത്രമേ പാസ് ചെയ്യുള്ളൂ. ബിക്കോസ് ഓൺലി 1 റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. കോറിനകത്ത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് എന്താണ് അതിനകത്ത് ഒറ്റ മോഡ് മാത്രമേ പോസിബിൾ ആയിട്ടുള്ളൂ. അതേസമയം കോറിൻ്റെയും ക്ലാഡിങ്ങിൻ്റെയും അടുക്ക് ആബ്രപ്റ്റ് ചേഞ്ച് ഇൻ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഓക്കെ, അതായത് കോർ ക്ലാഡിംഗ് ഇൻ്റർഫേസിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ചേഞ്ചസ് ആബ്രപ്റ്റ്ലി. ഇത് ആരുടെ പ്രോപ്പർട്ടിയാണ്? സിംഗിൾ മോഡ് സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബറിൻ്റെ പ്രോപ്പർട്ടിയാണ്. മനസ്സിലായല്ലോ? നൗ light travels along a straight path that is along the axis, hence zero order mode is supported by the single mode fiber. So light travels along a straight path that is along the axis. So ഈ സിംഗിൾ മോഡ് ഫൈബറിനകത്ത് ഒരു സിംഗിൾ ലൈറ്റ് ഒരു സ്ട്രെയിറ്റ് പാത്തിലൂടെയാണ് പാസ് ചെയ്യുന്നത്. ഹെൻസ് ദ സീറോ ഓർഡർ മോഡ് ഈസ് സപ്പോർട്ടഡ് ബൈ ദ സിംഗിൾ മോഡ് ഫൈബർ. ഇറ്റ്സ് വി നമ്പർ ഈസ് ബിറ്റ്വീൻ 0 and 24. വി നമ്പർ എന്താണെന്നുള്ളത് ഞാൻ പിന്നീട് പറയാം. ഓക്കെ, ഇറ്റ്സ് അത് ഞാൻ പിന്നീട് പറയും. ആക്സെപ്റ്റൻസ് ആംഗിൾ ആൻഡ് ന്യൂമറിക്കൽ അപ്പർച്ചർ നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോകുന്ന കാര്യമാണ്. നമ്മുടെ സിലബസിലുള്ള ഭാഗങ്ങളാണ്. സിലബസ് ആക്ച്വലി വരുന്നത് തന്നെ ആക്സെപ്റ്റൻസ് ആംഗിളും ന്യൂമറിക്കൽ അപ്പർച്ചർ എന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ ടൈപ്സ് ഓഫ് ഒപ്റ്റിക്കൽ ഫൈബേഴ്സും പറയുന്നുണ്ട്. സോ ഇറ്റ്സ് ആക്സെപ്റ്റൻസ് ആംഗിൾ ടു ബി ഡിഫൈൻഡ് സൂൺ. ന്യൂമറിക്കൽ അപ്പർച്ചർ ആൻഡ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ചേഞ്ച് ആർ സ്മോൾ. ഓക്കെ, ഇൻ കേസ് ഓഫ് സിംഗിൾ മോഡ് സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബർ. Therefore light coupling into the fiber is difficult. സോ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ലൈറ്റ് കപ്ലിംഗ് ഇൻ ടു ദ ഫൈബർ ഈസ് ഡിഫിക്കൽട്ട്. ഓക്കെ, അത് വളരെ മൈന്യൂട്ടായിട്ട് ഡിഫറൻസ് എന്തിനുള്ളൂ? ആക്സെപ്റ്റൻസ് ആംഗിളിനോ ന്യൂമറിക്കൽ അപ്പർച്ചറിനോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനൊക്കെ ഉള്ളൂ. സോ ദർഫോർ നമ്മൾ വളരെ ഷാർപ്പായിട്ട് ഇതിൻ്റെ ഇനീഷ്യൽ കണ്ടീഷൻ സെറ്റ് ചെയ്യണം. അതായത് ഒരു പർട്ടിക്കുലർ ആംഗിളിൽ മാത്രം കൊടുത്തു കഴിഞ്ഞാലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? പ്രോപ്പഗേഷൻ ആവുള്ളൂ. ഏത് കേസിൽ? സിംഗിൾ മോഡ് സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബറിൻ്റെ കേസിൽ. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ലാർജ് ഡിസ്റ്റൻസ് പിന്നെ ഇതിനൊന്നും യൂസ് ചെയ്യാൻ കഴിയില്ല. ഓക്കെ, കാരണം ലാർജ് ഡിസ്റ്റൻസ് വരുമ്പോൾ ഒരു ബെൻഡിങ് പോസിബിൾ അല്ല. ബെൻഡിങ് പോസിബിൾ ആണോ? ബെൻഡിങ് പോസിബിൾ അല്ല. കാരണം എന്താ വെച്ചാൽ ബെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മോഡ് മാറും. ഇവിടെ നമുക്ക് സ്ട്രെയിറ്റ് പാത്തിലൂടെയാണ് മൂവ് ചെയ്യുന്നത് പറഞ്ഞു. സോ ബെൻഡിങ് പോസിബിൾ അല്ല. സോ ദ ലാർജ് ഡിസ്റ്റൻസിലൂടെ ഇതിന് സിംഗിൾ നമ്മൾ യൂസ് ചെയ്യുന്നത് വളരെ ചുരുക്കമാണ്.
The diameter of the cladding is large. ഇവിടെ ഈ കേസിൽ ക്ലാഡിങ്ങിൻ്റെ ഡയമീറ്റർ വളരെ ലാർജ് ആണ്, ഓഫ് ദി ഓർഡർ ഓഫ് ടിപ്പിക്കലി 120 മൈക്രോമീറ്റേഴ്സ്. The manufacturing and handling are difficult and costly. So ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ആണ്, manufacturing and handling are difficult and costly. So there comes the multi-mode step index fiber. ഈ ഒരു അതിനെ ഓവർകം ചെയ്യാനാണ് നമ്മൾ multi-mode step index fibers ഡിസൈൻ ചെയ്തത്. ഓക്കെ, എ multi-mode step index fiber has a large core diameter. ഇതിന് കോറിന് വളരെ ലാർജ് ആയിട്ടുള്ള ഡയമീറ്റർ ഉള്ളത് 100 മൈക്രോമീറ്റേഴ്സ് ഓഫ് ദ ഓർഡർ. ഓക്കെ, ആൻഡ് ലൈറ്റ് ഫോളോസ് സിഗ്സാഗ് പാത്ത്സ് ഇൻസൈഡ് ദ ഫൈബർ. ഇവിടെയാണ് ലൈറ്റ് എന്ത് ചെയ്യുന്നത്, സിഗ്സാഗ് പാത്തിലൂടെ മൂവ് ചെയ്യുന്നത്. സോ സിംഗിൾ മോഡിൽ എന്തായിരുന്നു, സ്ട്രെയിറ്റ് പാത്തായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് വളരെ സ്മോൾ ഡിസ്റ്റൻസിലേക്ക് കമ്പയറബിൾ ടു മൾട്ടി മോഡിൻ്റെ കേസായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറഞ്ഞ ഡിസ്റ്റൻസ് ഏതിലൂടെ പാസ് ചെയ്യാൻ പറ്റുള്ളൂ, സിംഗിൾ മോഡിലൂടെ പാസ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ദർ ഇസ് നോ സിഗ്സാഗ് പാത്ത്, ഇറ്റ്സ് ഓൺലി എ സ്ട്രെയിറ്റ് പാത്ത്. ഓക്കെ, then and light follows the zigzag paths inside the fiber. Many zigzag paths are permitted in MMF, multi-mode fiber. Okay, so ഇവിടെ ഒരുപാട് മൾട്ടിമോഡ് ഇത് പോസിബിൾ ആണ്. ഇപ്പോൾ നോക്കൂ, അതിനകത്ത് ഈ ഒരു മോഡ് പോസിബിൾ ആണ്. ഓക്കെ, അതേപോലെ ഈ ഒരു മോഡ് പോസിബിൾ ആണ്. ഉണ്ടോ, നമുക്ക് ഓരോ ഫ്രീക്വൻസി, ഇനി ഇതുപോലെ മറ്റൊരു മോഡും പോസിബിൾ ആണ്. സോ മോഡ് എന്ന് പറയുന്നത് എസ്പെഷ്യലി എത്രത്തോളം അത് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്, എത്ര ഫ്രീക്വൻ്റ് ആയിട്ട് അത് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് മോഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ദർ ആർ മൾട്ടിപ്പിൾ മോഡ്സ് അവൈലബിൾ ഇൻ ദിസ് കേസ്. വൈ, ഇതെന്തുകൊണ്ട് അങ്ങനെ ആവാം? കാരണം ബിക്കോസ് ഡ്യൂ ടു ലാർജ് ഡയമീറ്റർ ഓഫ് ദ ക്ലാഡിംഗ്, ദ ആക്സെപ്റ്റൻസ് ആംഗിൾ ആൻഡ് ദ ന്യൂമറിക്കൽ അപ്പർച്ചർ ആർ വെരിയിങ് ലാർജ് വൈഡ് റേഞ്ച്. ഓക്കെ, അപ്പോൾ നമുക്ക് വളരെ ഒരു റേഞ്ച് ഓഫ് ആംഗിൾസിൽ നമുക്ക് എന്ത് ചെയ്യാം, ലൈറ്റ് കൊടുക്കാം, അതായത് അതിലേക്ക് ലോഞ്ച് ചെയ്യാം. നേരത്തെ കേസിൽ സിംഗിൾ മോഡിൻ്റെ പ്രശ്നം എന്തായിരുന്നു, നമ്മളൊരു വളരെ ഷാർപ്പായിട്ടുള്ളൊരു ആംഗിളിൽ കൊടുത്താൽ മാത്രമേ അത് എന്ത് ചെയ്യുള്ളൂ, പാസ് ചെയ്യുള്ളൂ. ബാക്കിയുള്ള ആംഗിൾസിലൊന്നും പാസ് ചെയ്യില്ല, കാരണം അതിൻ്റെ ഡയമീറ്റർ വളരെ കുറവാണ്. പക്ഷേ ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഇവിടെ ഡയമീറ്റർ വളരെ ലാർജ് ആയതുകൊണ്ട് നമുക്കൊരു റേഞ്ച് ഓഫ് ആംഗിൾസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലോഞ്ച് ചെയ്യാൻ പറ്റും ലൈറ്റ്. അതുകൊണ്ട് തന്നെ റേഞ്ച് ഓഫ് ആംഗിൾസ് ഉള്ളതുകൊണ്ട് തന്നെ ഡിഫറെൻറ്റ് മോഡ്സും പോസിബിളാണ്. ഓക്കെ, വളരെ കുറഞ്ഞ ആംഗിളിൽ പാസ് ചെയ്യുമ്പം നമുക്ക് എന്ത് ചെയ്യും, ഇവിടെ ലാർജ് ആയിട്ടുള്ള സ്റ്റെപ്സാണ് കിട്ടുക ഇങ്ങനത്തെ. ഓക്കെ, കൂടിയ ആംഗിളിൽ വിടുമ്പം വളരെ ഫ്രീക്വൻ്റ് ആയിട്ടുള്ള റിഫ്ലക്ഷൻസ് വരും. ഓക്കെ, ഇതിനാണ് ഡിഫറെൻറ്റ് മോഡ്സ് എന്ന് പറയുന്നത്. സോ ന്യൂമറിക്കൽ അപ്പർച്ചർ ആൻഡ് കോർ ഡയമീറ്റർ ആർ ലാർജ്. ഇവിടെ ന്യൂമറിക്കൽ അപ്പർച്ചർ ഞാൻ ഡിഫൈൻ ചെയ്തിട്ടില്ല, ന്യൂമറിക്കൽ അപ്പർച്ചർ എന്താണുള്ളത്. അതേപോലെ ആക്സെപ്റ്റൻസ് ആംഗിൾ ഞാൻ ഡിഫൈൻ ചെയ്തിട്ടില്ല, ഐ വിൽ ഡിഫൈൻ ഇറ്റ് ലേറ്റർ. ആർ ലാർജ്. എ മേജർ drawback of multi-mode step index fiber is that intermodal dispersion. പക്ഷേ ഇതിനുമുണ്ട് ഒരു ഡ്രോബാക്ക് എന്നാണ് ഇന്റർമോഡൽ ഡിസ്പേർഷൻ. കാരണം നമുക്കറിയാം ഈ ഫ്രീക്വൻസി ഡിഫറെൻറ്റ് റിഫ്ലക്ഷൻസ് ആണ്. ഇതിന് ഇത്രയും ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുമ്പോൾ ഈ മോഡിന് എന്ത് ചെയ്തിട്ടുള്ളൂ, ഒറ്റ റിഫ്ലക്ഷനെ സംഭവിച്ചിട്ടുള്ളൂ. പക്ഷേ ഇത്രയും ദൂരം ട്രാവൽ ചെയ്യുമ്പോഴേക്ക് ഈ മോഡിന് രണ്ട് റിഫ്ലക്ഷൻ സംഭവിച്ചു അല്ലേ. സോ അങ്ങനെ ഡിഫറെൻറ്റ് മോഡ്സിൽ ഡിഫറെൻറ്റ് ഡിസ്പേർഷൻ ലോസസ് ഉണ്ട്. ഓക്കെ, intermodal dispersion which is caused by the difference in propagation time. സോ ഇവിടുന്ന് ഇയാൾ കൂടുതൽ ട്രാവൽ സഞ്ചരിക്കുന്നുണ്ട്, കാരണം ഇയാൾ കൂടുതൽ തവണ റിഫ്ലക്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഇയാൾ കൂടുതൽ ദൂരം സഞ്ചരിക്കുന്നുണ്ട്. നേരെ മറിച്ച് ഇവരെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ദൂരം സഞ്ചരിക്കുന്നുള്ളൂ. സോ ദർ ഇസ് ഡിസ്പേർഷൻ. ആദ്യം ചില ഭാഗങ്ങൾ ആദ്യം എത്തും, ചില ഭാഗങ്ങൾ ലേറ്റർ ആയിട്ട് എത്തുള്ളൂ. സോ ഇങ്ങനെ ഒരു പ്രശ്നം, ഇതിനാണ് നമ്മൾ ഡിസ്പേർഷൻ എന്ന് പറയാം അല്ലേ. ലൈറ്റ് ഒരു മീഡിയത്തിനകത്ത് പാസ് ചെയ്യുമ്പോൾ ഡിഫറെൻറ്റ് കമ്പോണൻസ് ഡിഫറെൻറ്റ് സ്പീഡിൽ ട്രാവൽ ചെയ്യുന്നതിനാണ് നമ്മൾ ഡിസ്പേർഷൻ എന്ന് പറയാം അല്ലേ. സോ ഇവിടെ അതുപോലെ ഡിസ്പേർഷൻ സംഭവിക്കും due to different mode. It is caused by the difference in propagation time for different modes present in it. It is relatively easy to manufacture and less costly. So multi-mode step index fiber ഗുണം എന്താണെന്ന് വെച്ചാൽ it is easy to manufacture and are less costly than the single mode. ഇനി ഗ്രേഡഡ് ഇൻഡെക്സ് ഗ്രീൻ ഫൈബർ, ഗ്രേഡഡ് ഇൻഡെക്സ് എന്ന് പറയാം. ഗ്രീൻ ഫൈബറിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഓർ ഗ്രേഡഡ് ഇൻഡെക്സ് എന്ന് വെച്ചാൽ എ ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബർ ഈസ് എ മൾട്ടിമോഡ് ഫൈബർ വിത്ത് എ കോർ കൺസിസ്റ്റിംഗ് ഓഫ് കോൺസെൻട്രിക് ലെയേഴ്സ് ഓഫ് ഡിഫറെൻറ്റ് റിഫ്രാക്റ്റീവ് ഇൻഡിസസ്. ഓക്കെ, കോർ എന്ത് ചെയ്യാണ്, കോറിനകത്ത് ഡിഫറെൻറ്റ് ലെയേഴ്സ് ഓഫ് കോൺസെൻട്രിക് ലെയേഴ്സ് ഓഫ് ഡിഫറെൻറ്റ് റിഫ്രാക്റ്റീവ് ഇൻഡിസസ്. സോ ഇതിനകത്ത് നമുക്ക് എന്ത് ചെയ്യും, കോറിനകത്ത് തന്നെ ഡിഫറെൻറ്റ് ലെയേഴ്സ് ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡിസസ് ഉണ്ട്. ഓക്കെ, സോ അതിനകത്ത് ഒരു റീജിയൻ ഇങ്ങനെ കുറേ റീജിയൻസിനകത്ത് ഒരു മിക്സാണ്, ഒരു ഓർഡറിലൊരു മിക്സാണ്. താഴെ കൂടി വരുന്ന രൂപത്തിലല്ല, കുറഞ്ഞു വരുന്ന രൂപത്തിലുള്ള ഒരു മിക്സ് ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. സോ ഈ കേസിൽ നമുക്ക് മോഡ്സ് നോക്കൂ, ഈ രൂപത്തിലാണുള്ള മോഡ്സ്. ഓക്കെ, കോൺസെൻട്രിക് ലെയർ. Therefore the refractive index of the core varies with distance
from the fiber axis. It has a high value at the center. Central എന്താണ് ഒരു ഹൈ വാല്യൂ ആണുള്ളത്, കോറിൻ്റെ സെൻട്രൽ വാല്യൂ പോയിന്റിൽ ഹൈ വാല്യൂ. The number of modes in distances from the axis is half that in a similar step index fiber. So ഇവിടെ number of modes എന്നാണ് മൾട്ടി മോഡ് സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബറിന് അലോ ചെയ്യുന്നതിനേക്കാളും ഹാഫ് ഓഫ് ദി മോഡ്സ് മാത്രമേ ഇതിൽ അലോഡ് ആയിട്ടുള്ളൂ. സോ നമ്പർ ഓഫ് മോഡ്സ് in distance from the axis is half that in a similar step index fiber. അതുപോലെ ഇവിടെ ഇന്റർമോഡൽ ഡിസ്പേർഷൻ ഇല്ല എന്ന് തന്നെ പറയാം. ഓക്കെ, സോ ഇന്റർമോഡൽ ഡിസ്പേർഷൻ ഈസ് ആബ്സെൻറ്റ് ഇൻ ദ കേസ് ഓഫ് മൾട്ടി മോഡ് സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബർ. പിന്നെ മാനുഫാക്ചറിങ് ഈസ് വെരി ഡിഫിക്കൽട്ട് ആൻഡ് ഈസ് കോസ്റ്റ്ലി. ഓക്കെ, സോ സ്റ്റെപ്പ് ഇൻഡെക്സിന് ഗ്രേഡഡ് ഇൻഡെക്സിന് കുറേ അഡ്വാൻറ്റേജസ് ഉണ്ടെങ്കിലും എന്തില്ല, ഡിസ്പേർഷൻ ഇല്ലെങ്കിലും എന്തില്ല, they are not very easy to manufacture, or it is very cheap. It's not very cheap, or it is expensive. Okay, now we can define what is acceptance angle of an optical fiber. Acceptance angle, ഒരു ക്വസ്റ്റ്യൻ ലെക്ചറർ PSC എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ ഈ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. ആക്സെപ്റ്റൻസ് ആംഗിൾ എന്താണെന്നുള്ളത് ലെക്ചറർ PSCക്ക് വന്നിട്ടുണ്ടായിരുന്നു ഒരു ക്വസ്റ്റ്യൻ. സോ വാട്ട് ഈസ് ദി ആക്സെപ്റ്റൻസ് ആംഗിൾ? ഇറ്റ്സ് ജസ്റ്റ് ദ ഐഡിയ ഓഫ് ക്രിട്ടിക്കൽ ആംഗിളുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആംഗിൾ തന്നെയാണ് എന്ത് ആക്സെപ്റ്റൻസ് ആംഗിൾ എന്ന് പറയുന്നത്. നമുക്ക് ആക്സെപ്റ്റൻസ് ആംഗിൾ ഡിഫൈൻ ചെയ്യാൻ നമുക്ക് ഒരു സിംഗിൾ മോഡ് ഒപ്റ്റിക്കൽ ഫൈബർ കൺസിഡർ ചെയ്യാം. ഓക്കെ, കൺസിഡർ എ സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബർ ഇൻ ടു വിച്ച് എ റേ ഓഫ് ലൈറ്റ് ഈസ് ലോഞ്ച്ഡ് അറ്റ് വൺ എൻഡ്. ഒരു എൻഡ് നമ്മൾ റേ ഓഫ് ലൈറ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. സച്ച് ദാറ്റ് ഇറ്റ് ഈസ് ഇൻസിഡൻറ്റ് അറ്റ് കോർ ക്ലാഡിംഗ് ഇൻ്റർഫേസ് അറ്റ് ക്രിട്ടിക്കൽ ആംഗിൾ. സോ ഇവിടെ നമ്മൾ ലോഞ്ച് ചെയ്യുന്ന ഈ ആംഗിൾ എങ്ങനെയാണ്? ലോഞ്ച് ചെയ്യുന്ന ഈ ആംഗിൾ ഈസ് സച്ച് ദാറ്റ് ഇവിടെയുള്ള ഈ ആംഗിൾ എന്താണ്? ദിസ് ആംഗിൾ ഈസ് ക്രിട്ടിക്കൽ ആംഗിൾ ഓഫ് ദി ഈ മീഡിയത്തിൻ്റെ ക്രിട്ടിക്കൽ ആംഗിളാണ്. സോ ദാറ്റ് ദിസ് വിൽ ഈസ് this angle is ഈ രൂപത്തിലായിരിക്കും, കോറിൻ്റെ ഇൻ്റർഫേസിലൂടെ ആയിരിക്കും. ദിസ് റേ വിൽ ഗ്രേസ് ദ കോർ ക്ലാഡിംഗ് ഇൻ്റർഫേസ്. ഗ്രേസ് ചെയ്യാനാൽ ഇതിൻ്റെ കൂടെ പോവുക. ഓക്കെ, ഗ്രേസിങ് ആംഗിൾ എന്ന് പറഞ്ഞാൽ അതാണ്, ദിസ് ഈസ് ദ ഗ്രേസിങ്. ഓക്കെ, സോ ഈ കറക്റ്റ് ക്രിട്ടിക്കൽ ആംഗിളിൽ ഇവിടെ ഇൻസിഡൻറ്റ് കോർ ക്ലാഡിംഗ് ഇൻ്റർഫേസ് ഇൻസിഡൻറ്റ് ആണെങ്കിൽ അത് ദാറ്റ് വിൽ പാസ് ത്രൂ, ആ റേ എന്ത് ചെയ്യും, റിഫ്രാക്ഷന് ശേഷം ഇത് കോർ ക്ലാഡിംഗ് ഇൻ്റർഫേസിലൂടെ ഗ്രേസ് ചെയ്ത് പോകും. ഓക്കെ, നൗ ഈ കേസ് നമുക്ക് സ്നെൽസ് ലോ അപ്ലൈ ചെയ്യാം. ഇവിടെ രണ്ട് ആംഗിൾസ് ആണ് ഞാൻ പറയുന്നത്. തീറ്റ സി ഇസ് ദി ക്രിട്ടിക്കൽ ആംഗിൾ ആൻഡ് തീറ്റ മാക്സ് ഇസ് ദ മാക്സിമം ആക്സെപ്റ്റൻസ് ആംഗിൾ. ഇതിന് നമ്മൾ ആക്സെപ്റ്റൻസ് ആംഗിൾ എന്ന് പറയുന്നത്. സോ here we apply Snell's law. Sin theta c divided by 90 is equal to n2 by n1 is equal to implies sin theta is equal to n2 by n1. ഇതൊക്കെ കാര്യമാണ് theta c. Therefore critical angle is theta c is equal to sin inverse n2 by n1. നമുക്ക് അറിയുന്ന കാര്യമാണ്. പക്ഷേ ഇവിടെ ദിസ് ഈസ് ക്രിട്ടിക്കൽ ആംഗിൾ. നമ്മൾ സാധാരണ അറിയപ്പെടുന്ന ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷനിൽ നമ്മൾ പറയുന്ന ക്രിട്ടിക്കൽ ആംഗിളാണ്. ദർ ഈസ് അനദർ ആംഗിൾ വിച്ച് ഇസ് ക്രിട്ടിക്കൽ പ്രൊപ്പഗേഷൻ ആംഗിൾ. അതിനെ ഞാൻ phi c എന്നാണ് വിളിച്ചിരിക്കുന്നത്. സോ ദി ആംഗിൾ സബ്റ്റൻഡഡ് ബൈ ദ ക്രിട്ടിക്കൽ റേ വിത്ത് ദ ആക്സിസ് ഓഫ് ദ ഫൈബർ ഈസ് കോൾഡ് ക്രിട്ടിക്കൽ പ്രൊപ്പഗേഷൻ ആംഗിൾ. ഓക്കെ, സോ ദി ആംഗിൾ സബ്റ്റൻഡഡ് ബൈ ദ ക്രിട്ടിക്കൽ റേ with the axis of the fiber is called the critical propagation angle. Okay, അതായത് ഫൈബറിനകത്ത് ഇതാണ് ഫൈബറിനകത്ത് തീറ്റ സി ആയിട്ട് വരുന്നതെങ്കിൽ ദിസ് ഈസ് തീറ്റ സി, ദെൻ ദിസ് ഈസ് ഫൈ സി അല്ല, ദിസ് ഈസ് ദി ആംഗിൾ ക്രിട്ടിക്കൽ റേ ക്രിട്ടിക്കൽ പ്രോപ്പഗേഷൻ ആംഗിൾ. ഇവിടെ ഞാൻ തീറ്റ സി എന്നിട്ട് ദിസ് ഇസ് നോട്ട് തീറ്റ സി. Theta c. Okay, so this is phi c actually, phi c. So theta c is equal to 90 minus phi c. അല്ലേ? സോ തീറ്റ സി എന്താണ്? ഇത് ടോട്ടൽ 90 ആണ്. സോ 90 മൈനസ് phi c, ഇതാണ് phi c എന്ന് പറയുന്നത്. സോ ഈ phi c മൈനസ് തീറ്റ സി ആണ്, 90 മൈനസ് phi c ആണ് ഇത് തീറ്റ സി. സോ therefore sin theta c is equal to sin 90 minus phi c, and that implies cos phi c is equal to n2 by n1. Then critical propagation angle phi c is given by cos inverse n2 by n1. So theta c എന്ന് പറഞ്ഞാൽ ആ പിന്നെ ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ ക്രിട്ടിക്കൽ ആംഗിളാണ്. phi c എന്താണ്? ഇറ്റ് ഈസ് എ ക്രിട്ടിക്കൽ പ്രോപ്പഗേഷൻ ആംഗിൾ. സോ ക്രിട്ടിക്കൽ പ്രോപ്പഗേഷൻ ആംഗിളും ക്രിട്ടിക്കൽ അത് ആംഗിളും ജസ്റ്റ് π/2 മൈനസ് phi c ആണ് എന്ത്
theta c, or theta c is equal to 90 minus phi c. Now acceptance angle എന്താണെന്ന് വെച്ചാൽ acceptance angle, let's consider a step index fiber into which light is launched at one end. Okay, ഇതുപോലെ നമ്മൾ ഇവിടെ നിന്നാണ് ലൈറ്റ് ലോഞ്ച് ചെയ്യുന്നത്. ദിസ് ഈസ് ദി ലൈറ്റ് റേ ഇൻസിഡൻറ്റ്, കാണുന്നുണ്ടല്ലോ അല്ലേ? ഈ റേയിലൂടെയാണ് ലൈറ്റ് അകത്തേക്ക് കിടക്കുന്നത്. Now after refraction, this ray will pass through this, and if the angle is greater than the critical angle, ഈ ആംഗിൾ phi എന്നുള്ളത് എന്താണ്, ക്രിട്ടിക്കൽ ആംഗിളിനേക്കാളും കൂടുതൽ, അത് തീറ്റ സിനേക്കാളും കൂടുതലാണെങ്കിൽ then it will be reflected back. Okay, now ഡിപ്പെൻഡിങ് ഓൺ ദ ഇവിടെ ഈ phi c കിട്ടാൻ, ഇവിടെ നേരത്തെ നമ്മൾ ഗ്രേസിങ് ആംഗിൾ കിട്ടാനുള്ള ഈ ആംഗിളിനെ നമ്മൾ തീറ്റ മാക്സ് വിളിച്ചു അല്ലേ? സോ അതേ ഇത് ഞാൻ വേറെ ഡയഗ്രം എടുത്തുകൊണ്ടാണ് ഇവിടെ തീറ്റ 0 ആണ് വന്നിരിക്കുന്നത്. സോ ഈ തീറ്റ 0 നേരത്തെ പറഞ്ഞ തീറ്റ മാക്സ് തന്നെയാണിത്. സോ ഈ തീറ്റ മാക്സിൻ്റെ മാക്സിമം വാല്യൂ ആണിത് തീറ്റ 0 എന്ന് പറയുന്നത്. തീറ്റ മാക്സിൻ്റെ ഓർ തീറ്റ മാക്സിനെ നമ്മൾ തീറ്റ 0 എന്ന് വിളിക്കുന്നത്. സോ തീറ്റ 0 എന്നാണ്, ഇറ്റ് ഈസ് ആക്സെപ്റ്റൻസ് ആംഗിൾ. ആക്സെപ്റ്റൻസ് ആംഗിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ തീറ്റ 0 അറ്റ്ലീസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഈ തീറ്റ 0 ആംഗിളിലെങ്കിലും വിടണം, എന്നെങ്കിലേ ഇതിനകത്ത് തീറ്റ ക്രിട്ടിക്കൽ ആംഗിളിനേക്കാളും വലിയ ആംഗിൾ കിട്ടുള്ളൂ ഇവിടെ. ഓക്കെ, അപ്പോൾ ഈ മാക്സിമം ആംഗിളിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ആക്സെപ്റ്റൻസ് ആംഗിൾ എന്ന് വിളിക്കുന്നത്. സോ ഇറ്റ് ഈസ് ദ മാക്സിമം ആംഗിൾ ഓഫ് ലോഞ്ചിങ്. ആംഗിൾ ഓഫ് ലോഞ്ചിങ്ങിനാണ് ശരിക്കും ആക്സെപ്റ്റൻസ് ആംഗിൾ വരുന്നത്. സോ ഈ മാക്സിമം ആംഗിൾ ഓഫ് ലോഞ്ചിങ് സച്ച് ദാറ്റ് ദ ഫസ്റ്റ് ഇൻസിഡൻസ് ഓഫ് ദ light ray on the core cladding interface becomes more than critical angle. ക്രിട്ടിക്കൽ ആംഗിളിനേക്കാളും വലിയ ആംഗിൾ ആവും. അങ്ങനെ ഇവിടെ വരുന്ന മാക്സിമം ആംഗിളിനെ നമ്മൾ എന്ത് വിളിക്കാം, യെസ് ഇറ്റ് ഈസ് ദ. അപ്പോൾ ശ്രദ്ധിക്കണം, നോക്കൂ, ഈ ആംഗിൾ കുറയ്ക്കും തോറും ആക്സെപ്റ്റൻസ് ആംഗിൾ കുറയ്ക്കും തോറും എന്ത് കൂടും, ക്രിട്ടിക്കൽ ആംഗിൾ കൂടും അല്ലേ? ആക്സെപ്റ്റൻസ് ആംഗിൾ കുറയ്ക്കും തോറും ക്രിട്ടിക്കൽ ആംഗിൾ കൂടും. സോ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഇതിനകത്തേക്ക് കുറയ്ക്കാം, ക്രിട്ടിക്കൽ ആംഗിൾ കുറയ്ക്കാം. പക്ഷെ ഇതിനേക്കാൾ കൂട്ടിയെന്ന് സംഭവിക്കും, ഇതിനേക്കാൾ കൂട്ടിക്കഴിഞ്ഞാൽ ദിസ് വിൽ ബിക്കം ലെസ് ദാൻ ദ ക്രിട്ടിക്കൽ ആംഗിൾ ആൻഡ് ദർ വിൽ ബി നോ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. ഓക്കെ, സോ ഇവിടെ പ്രൊപ്പഗേറ്റിംഗ് റേസ് ആർ ക്യാപ്ചേർഡ് ഇൻ ദ ആക്സെപ്റ്റൻസ് കോൺ. സോ ഇത് നമുക്ക് കോണായിട്ട് സ്ട്രക്ചർ ചെയ്യും. കാരണം ഒരു പിന്നെ ഒപ്റ്റിക്കൽ ഫൈബർ എന്ന് പറഞ്ഞാൽ സിലിണ്ട്രിക്കൽ ഷേപ്പാണല്ലോ അല്ലേ? സിലിണ്ട്രിക്കൽ ഷേപ്പ് ആയതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്നുള്ള അതേ ആംഗിൾ എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ നിന്നും വിടാം. കാരണം അതും ഈ എൻഡിൽ നിന്ന് എന്ത് ചെയ്യും, ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ സംഭവിക്കും. അതേപോലെ ഈ ഭാഗത്തു നിന്നും വിടാം, കാരണം ഒരു സിലിണ്ട്രിക്കൽ ഷേപ്പാണല്ലോ. സോ ദിസ് ആക്സെപ്റ്റൻസ് ആംഗിൾസ് ബിക്കംസ് എ കോൺ സ്ട്രക്ചർ. ആക്സെപ്റ്റൻസ് ആംഗിൾ എന്ന് എല്ലാ ഡയറക്ഷനിലുള്ള ആക്സെപ്റ്റൻസ് ആംഗിൾസും കൂടെ ഒരുമിച്ച് വരച്ച് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി എ കോൺ. ദാറ്റ് ഈസ് നോൺ ആസ് ആക്സെപ്റ്റൻസ് കോൺ. സോ ഈ കോണിനെയാണ് നമ്മൾ ആക്സെപ്റ്റൻസ് കോൺ എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ ഈ ആക്സെപ്റ്റൻസ് കോണിൻ്റെ അകത്ത് ഏതൊരു റേ കൂടെ ഇതിൻ്റെ അകത്തിലൂടെ ഏതൊരു റേ പാസ് ചെയ്താലും that will occur, there will be total internal reflection and the light ray will be transmitted. Okay, so this is the acceptance angle. In the exact definition നോക്കാം. Assume that a light ray enters the fiber at an angle theta 0 to the axis of the fiber. So theta 0 axis of the fiber with respect to theta 0 angle ഒരു light ray entry ആണ് വിചാരിക്കുക. Then the ray refracts at an angle theta and strikes the core cladding interface at an angle phi. Okay, so ഇവിടെ ഫിഗർ നോക്കിയാൽ the refraction angle എന്തായിരിക്കും, തീറ്റയിലാണ് ഇൻസിഡൻറ്റ് ചെയ്തെങ്കിൽ തീറ്റ 0 ആണ് ഇൻസിഡൻറ്റ് ചെയ്തെങ്കിൽ തീറ്റ ആയിരിക്കും എൻ്റെ റിഫ്രാക്ഷൻ ആംഗിൾ. തീറ്റ റിഫ്രാക്ഷൻ ആംഗിൾ ആണെങ്കിൽ ഫൈ ആയിരിക്കും എൻ്റെ ക്രിട്ടിക്കൽ ആംഗിൾ വരുന്നത്. ഓക്കെ, strikes the interface at an angle of phi. If phi is greater than the critical angle phi c, the ray will undergo total internal reflection and will stay within the fiber. Okay, ഇവിടെ നമുക്ക് Snell's law അപ്ലൈ ചെയ്യാം. Snell's law അപ്ലൈ ചെയ്താൽ we'll obtain sin theta 0 divided by sin theta c. This is the incidence angle at the ഈ റീജിയൻ, അതായത് നമ്മുടെ പിന്നെ ഫേസ് ഇല്ലേ, ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ ഒരു എൻഡ്. ഓക്കെ, അതിനാണ് നമ്മൾ ആ ഭാഗത്ത് വരുന്ന നോർമൽസ് ആണെങ്കിൽ ആ നോർമലായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഈ ആംഗിൾസ് നമ്മൾ മെഷർ ചെയ്യുന്നത് തീറ്റ ഇൻസിഡൻറ്റ് ആംഗിൾ. സോ ദിസ് ഈസ് ദി ഇൻസിഡൻറ്റ് ആംഗിൾ ആൻഡ് ദിസ് ഈസ് ദി റിഫ്രാക്റ്റഡ് ആംഗിൾ വിച്ച് ക്യാൻ ബി written as n1 by n0, where n0 is the refractive index of the air. കാരണം നമ്മൾ ഫസ്റ്റ് ഇത് കൺസിഡർ ചെയ്യുമ്പോൾ എന്താണ്, ഇവിടെ ഈ മീഡിയം പിന്നെ ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ മീഡിയമാണ് കൺസിഡർ ചെയ്യുന്നത്, അല്ലാതെ കോർണേ ക്ലാഡിങ്ങിന് തമ്മിലുള്ള ഇതല്ല. ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്
കോറിൻ്റെതാണ്, ഈ റിഫ്രാക്റ്റീവ് ആണ് എയറിൻ്റെതാണ്. നമ്മൾ പുറത്ത് നമ്മൾ കണ്ടിരിക്കുന്ന എയറിൻ്റെ. ഓക്കെ, കാരണം പുറത്തേ നിന്നാണ് നമ്മൾ ലോഞ്ച് ചെയ്യുന്നത്. സോ നൗ ഇഫ് എ ഈസ് ഇൻക്രീസ്ഡ് ബിയോണ്ട് എ ലിമിറ്റ്, എ ഇല്ല സോറി, ഇവിടെ തീറ്റ 0 ആണ്. ഇഫ് തീറ്റ 0 ഈസ് ഇൻക്രീസ്ഡ് ബിയോണ്ട് എ ലിമിറ്റ്, സോറി ഇവിടെ തീറ്റ, ഓക്കെ, തീറ്റ 0യും തീറ്റയും, theta will drop below a critical value phi c. Sorry, ശരിയാണ്, ഇവിടെ ശരിയാണ്, ഈ എ എന്നുള്ളത് മാത്രമേ തെറ്റുള്ളൂ കേട്ടോ. ഇഫ് തീറ്റ ഈസ് 0, if theta 0 is increased beyond a limit, phi will drop below a critical point, okay, critical value phi c, and the ray will escape from the fiber. ഓക്കെ, അപ്പം തീറ്റ 0 ഒരു പരിധി വിട്ട് നമുക്ക് കൂട്ടാൻ പറ്റില്ല. തീറ്റ 0 ഒരു പരിധി വിട്ട് കൂട്ടിക്കഴിഞ്ഞാൽ ഫൈ എന്ത് ചെയ്യും? ഫൈ വിൽ ബി ലെസ് ദാൻ ദ ക്രിട്ടിക്കൽ ആംഗിൾ, സോറി ഫൈ വിൽ ബി ബിലോ ദ ക്രിട്ടിക്കൽ ആംഗിൾ, ആൻഡ് therefore the ray will escape the fiber. The largest value of theta 0 can have occurs when theta 0ക്ക് പിന്നെ ആവാൻ പറ്റുന്ന മാക്സിമം വാല്യൂ എപ്പോഴാണ് ഒക്കർ ചെയ്യുന്നത്? വെൻ ഫൈ ഈസ് ഈക്വൽ ടു ഫൈ സി. ഓക്കെ, അത് പിന്നെ ക്രിട്ടിക്കൽ ആംഗിൾ ഈക്വൽ ആകുമ്പോൾ, ഏത് നമ്മുടെ ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ കോർ ക്ലാഡിംഗ് ഇൻ്റർഫേസിൽ, ഇതാണ് ക്ലാഡിംഗ്, ഇത് കോറാണ്. സോ ഈ ആംഗിളിനെയാണ് നമ്മൾ ഫൈ എന്ന് വിളിക്കുന്നത് അല്ലേ. സോ ഈ ഫൈ ക്രിട്ടിക്കൽ ആംഗിൾ ഫൈ സിക്ക് ഈക്വൽ ആകുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? മാക്സിമം ഇൻസിഡൻസ് ആംഗിൾ വരുന്നത്. അതായത് പുറത്ത് നമ്മൾ എയർന്ന് പിന്നെ ഇതിലേക്ക് ഒപ്റ്റിക്കൽ ഫൈബറിലേക്ക് കടത്തുന്നത്, ആ വാല്യൂ മാക്സിമം തീറ്റ 0 ആണ്. So the largest value of theta 0 can occurs when phi equal to phi c, and this value of theta 0 is called the acceptance angle. Okay, and angle theta a, മോളത്തെ ഫിഗർ നമുക്ക് നോക്കി എന്ത് ചെയ്യാം? sin theta is equal to sin 90 minus phi is equal to cos phi, or sin theta I, or this is the acceptance angle, is equal to n1 by n0 into cos phi. Or when phi equal to phi c, theta is equal to theta 0 max, that means acceptance angle theta a, and therefore we obtain sin theta a is equal to n1 by n0 cos phi c. So acceptance, this is the important relation. നിങ്ങൾ ഇത് മാത്രം പഠിച്ചാൽ മതി. Okay, the relationship between critical angle of a optical fiber and acceptance angle. So acceptance angle theta a ആണെങ്കിൽ phi c എന്ന് പറയുന്നത് പിന്നെ ക്രിട്ടിക്കൽ ആംഗിൾ ആണെങ്കിൽ, ക്രിട്ടിക്കൽ ആംഗിൾ അതിൻ്റെ തീറ്റ ആയിട്ട് എങ്ങനെ റിലേറ്റ് ചെയ്തിരിക്കുന്നത്? സൈൻ തീറ്റ എ ഈസ് ഈക്വൽ ടു n1 by n0 cos phi c. So this is the relation between acceptance angle and critical angle. Okay. Then inverse, നമുക്ക് രണ്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ ടേംസിൽ എഴുതുകയാണെങ്കിൽ acceptance angle can be written in terms of refractive index of the mediums. എന്താണ്? theta a is equal to sin inverse n1 square minus root of n1 square minus n2 square divided by n0. Let me check it. n0 raised to 0. n0 ഉള്ളൂ. This is not, there is nothing here. Typing mistake ആണ്. This is n0. Okay. So this is the relation between, in terms of relation between theta a, acceptance angle, and the refractive indices of the core cladding and the medium air. So n0 എന്ന് പറയുന്നത് എയറിൻ്റെ ആണ്. So we can always take this as 1 അല്ലേ. n0 എന്താണ് 1 ആക്കി എടുക്കാം. n0 1 ആണെങ്കിൽ then theta a is equal to, acceptance angle is equal to sin inverse root of n1 square minus n2 square, where n1 എന്താണ്? It is the refractive index of the core, and n2 is equal to refractive index of the cladding. So this is the another equation. So this is the equation for acceptance angle. Acceptance angle theta is equal to sin inverse root of n1 square minus n2 square. Acceptance angle is maximum angle that a light ray can have relative to the axis of the fiber and propagate down the fiber. In 3 dimensions, the light rays contained within a cone having a full angle 2 theta j are accepted and transmitted along the fiber. But 2 theta j വരെ എന്താണ്? acceptance angle എന്ന് പറഞ്ഞാൽ ഒരു കോൺ ഷേപ്പാണ് അല്ലേ. സോ ഒരു ആംഗിൾ തീറ്റയാണ്, അങ്ങനെയെങ്കിൽ രണ്ട് ആംഗിൾ 2 തീറ്റ ആവും. സോ ഈ 2 തീറ്റ റേഞ്ചിലുള്ള കംപ്ലീറ്റ് റേസ് എന്ത് ചെയ്യും? പാസ് ചെയ്യും. ഓക്കെ, സോ ദിസ് ഫോംസ് എ കോൺ ഷേപ്പ്. Therefore the cone is called acceptance cone.
Light incident from outside this cone, angle of incidence greater than theta A, refracts through the cladding and corresponding optical energy is lost. Okay. Okay, now let's discuss what is numerical aperture. This is another topic in the syllabus, numerical aperture. The main function of an optical fiber is to transmit as much light as light from the source as possible. അപ്പം സോഴ്സിൽ നിന്ന് കഴിയുന്ന അത്ര ലൈറ്റ്സ് ട്രാൻസ്മിറ്റ് ചെയ്യാനാണ് ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ ഫങ്ഷൻ. Okay. The main function of an optical fiber is to accept and transmit as much light as possible from the source. The light gathering capacity of a fiber depends on two factors. അപ്പം എത്രത്തോളം ലൈറ്റ് ഗ്യാദർ ചെയ്യാനുള്ള കപ്പാസിറ്റി എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്യുന്ന രണ്ട് ഫാക്ടറാണ്. ഒന്ന് കോർ സൈസ് ആൻഡ് ന്യൂമറിക്കൽ അപ്പർച്ചർ. ഒന്ന് കോറിൻ്റെ സൈസ്, ഓക്കെ, കോറിൻ്റെ സൈസും അതേപോലെ ന്യൂമറിക്കൽ അപ്പർച്ചർ. സോ ഇത് കോറിൻ്റെ സൈസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. Now the numerical aperture. The change in acceptance angle and refractive index determine the numerical aperture of a fiber. അപ്പോൾ ന്യൂമറിക്കൽ അപ്പർച്ചർ ഡിപ്പെൻഡ് ചെയ്യുന്ന എന്തിനൊക്കെയാണ്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ കോർ ആൻഡ് numerical aperture of the acceptance angle and refractive index. Okay, so numerical aperture depend ചെയ്യുന്നത് acceptance angle നെയും refractive index നെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. So numerical aperture NA is defined as the sine of the acceptance angle. So NA is equal to sin theta A. NA is equal to sin theta A, which is equal to root of n1 square minus n2 square. So n1 square minus n2 square is equal to n1 plus n2 into n1 minus n2. Okay, so that is equal to n1 plus n2 by 2 into n1 minus n2 by n1 into 2 n1. Okay, so approximating n1 plus n2 by 2, that is cornering cladding ൻ്റെയും പിന്നെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നമുക്ക് അപ്രോക്സിമേറ്റ് ചെയ്ത് n1 എന്ന് വിളിക്കുകയാണെങ്കിൽ then and defining n1 minus n2 by n1 as the fractional refractive index change, that is delta, then numerical aperture sin theta A is equal to n1 into delta, where delta is the fractional refractive index change, n1 delta into 2 n1, so that is equal to n1 into 2 root of 2 delta. So this is the equation for acceptance angle. Okay, so numerical aperture is a measure of light gathering capacity of a fiber. Fiber light gathering capacity നമ്മൾ numerical aperture എന്ന് വിളിക്കുന്നത്. Larger the numerical aperture, larger the light gathering capacity. Its value depends only on the refractive indices of the core and cladding. Okay, its value depends only on the refractive indices of core and cladding. It ranges from 0.13 to 0.5. ഈ ഒരു റേഞ്ചിലാണ് അതിൻ്റെ വാല്യൂസ് ചേഞ്ച് ചെയ്യുന്നത്. Okay. Now the last topic in laserലുള്ള ഏറ്റവും ഫൈനൽ ടോപ്പിക്കാണ് attenuation in lasers, in optical fibers. Optical fibersലുള്ള attenuations, various modes of attenuations. Attenuation എന്നതാണ് ഇറ്റ്സ് ദ ഡിക്രീസ് ഓഫ് ഇൻറ്റൻസിറ്റി. അതായത് ഒരു ലേസറിന് നമ്മൾ ഇനീഷ്യലി കടത്തി വിട്ട ലേസറിൻ്റെ ലൈറ്റ് എല്ലാം കംപ്ലീറ്റ്ലി ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ then attenuation is 0. Okay, if there is no loss in transmission, then attenuation is 0. But practically, practical fibers no attenuation ഉണ്ട്. Okay, there will be some value of attenuation. Attenuation plays a major role in determining the maximum transmission distance when a light signal propagates along fiber. ഒരു ഫൈബറിലൂടെ ഒരു ലൈറ്റ് എത്ര ഡിസ്റ്റൻസ് പാസ് ചെയ്യുന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്യുന്ന അറ്റനുവേഷനാണ്. കാരണം നമുക്കറിയാം നല്ല അറ്റനുവേഷനുള്ള ഒരു ഫൈബറിലൂടെ നമുക്ക് ഒരു പിന്നെ ലൈറ്റ് ഒരുപാട് ദൂരം സഞ്ചരിക്കാൻ കഴിയില്ല. കാരണം ലൈറ്റ് അപ്പുറത്ത് മറ്റേ എൻഡിൽ എത്തുമ്പോഴേക്ക് എല്ലാം അറ്റനുവേറ്റ് ചെയ്ത് തീർന്നിട്ടുണ്ടാവും. ഓക്കെ, സോ the attenuation or fiber loss is defined as the ratio of optical power output P out for a fiber of length L to the optical power input. This power output divided by power input is expressed as alpha is equal to attenuation alpha is equal to minus 10 by L log P out by P in. Okay, so or alpha is equal to 10 by L log P in by P out. ഇവിടെ മൈനസ് ഉണ്ട്, സോ മൈനസിന് മാറ്റുമ്പോൾ 10 by L log P in by P out ആവും. Okay, so this is the
expression for attenuation. Attenuation is equal to alpha is equal to 10 by L log P in by P out. Attenuation is expressed in decibel per kilometer. Okay, decibel per kilometer ആണ് attenuation. The attenuation, different types of attenuations in present in optical fibers are: attenuation of light signal is due to several losses such as absorption loss, leaky modes, radiation induced loss and inherent defect losses. Three different types ലൂടെയാണ് ഇതെല്ലാം നമ്മുടെ സിലബസിൽ വരുന്നതാണ്. സിലബസിൽ വരുന്ന ഭാഗങ്ങളാണ്. അബ്സോർപ്ഷൻ ലോസ് ഉണ്ട്, ലീക്കി മോഡ്സ് ഉണ്ട്, റേഡിയേഷൻ ഇൻഡ്യൂസ്ഡ് ലോസസ് ഉണ്ട്, ഇൻഹറൻറ്റ് ഡിഫക്റ്റ് ലോസസ്. സോ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. സോ വാട്ട് ഈസ് അബ്സോർപ്ഷൻ ലോസ്? Scattering, okay, ഒന്നുകൂടെ ജനറലായിട്ട് പറയാണ്. സ്കാറ്ററിംഗ് മെക്കാനിസം ഇസ് അസോസിയേറ്റഡ് വിത്ത് ദി ഫൈബർ മെറ്റീരിയൽ ആൻഡ് ഇറ്റ്സ് സ്ട്രക്ചറൽ ഇംപെർഫെക്ഷൻസ്. ഓക്കെ, അപ്പം ഈ പിന്നെ ഫൈബറിനകത്ത് അറ്റനുവേഷൻ സംഭവിക്കാനുള്ള മെയിൻ ആയിട്ടുള്ള റീസൺസ് എന്നാണ്. ഒന്ന് ഫൈബറിൻ്റെ മെറ്റീരിയൽ ചിലപ്പോൾ എക്സാക്ട് നല്ല റിഫ്രാക്റ്റീവ് ഇൻഡെക്സുള്ള മെറ്റീരിയലോ അല്ലെങ്കിൽ നല്ല ക്വാളിറ്റി മെറ്റീരിയലോ ആയിരിക്കില്ല. ഈ ഫൈബർ മെറ്റീരിയലിനകത്ത് ഗ്ലാസിനകത്ത് ഇമ്പ്യൂരിറ്റീസ് വരും. ഈ ഇമ്പ്യൂരിറ്റീസ് ഒരു സ്കാറ്റർ ചെയ്തിട്ട് എന്ത് ചെയ്യും? ഇംപെർഫെക്ഷൻസ് വരും. ഓക്കെ, അതുപോലെ സ്ട്രക്ചറൽ ഇംപെർഫെക്ഷൻസ് പറഞ്ഞാൽ നമുക്ക് കറക്റ്റ് സിലിണ്ട്രിക്കൽ ഷേപ്പിലുള്ള ഫൈബേഴ്സ് തന്നെ കിട്ടിക്കോളുന്നില്ല. അല്ലെങ്കിൽ ചില സ്ഥലത്തൊക്കെ എന്ത് വരും? ചെറിയ ആംഗിൾ പ്രശ്നങ്ങളൊക്കെ വരും. സോ അതാണ് നമ്മൾ സ്ട്രക്ചറൽ ഇംപെർഫെക്ഷൻസ് പറയാം. During the fabrication process of a fiber, local microscopic variations in composition and material density will be formed. During fabrication process of a fiberന്റെ fabrication processൽ local microscopic variations in composition and material density will be formed. This gives rise to the fluctuations in refractive index. So ഇത് കാരണം എന്താണ്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൽ ഫ്ലക്ച്വേഷൻ വരും. ഓക്കെ, അതായത് നമ്മൾ അറിയാം, നമുക്ക് ലെൻസസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുമ്പം അതിൻ്റെ കോമ്പോസിഷൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ സപ്പോസ് നമ്മൾ വീട്ടിൽ ഇതുണ്ടാക്കുന്നതായിരിക്കും, എന്തെങ്കിലും ഒരു പിന്നെ ഫോർ എക്സാമ്പിൾ കിച്ചണിൽ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ഡിഫറെൻറ്റ് മാവുകൾ ഉണ്ടാക്കുന്നില്ലേ. സോ ഈ മാവുകൾ വളരെ കൃത്യമായിട്ട് പിന്നെ ഹോമോജനിറ്റി അല്ലേ, എത്രത്തോളം കറക്റ്റ് ഹോമോജനസ് ആയിട്ടില്ലെങ്കിൽ അതിൻ്റെ ഹോമോജനിറ്റി നഷ്ടപ്പെടും, എല്ലാ ഭാഗത്തും ഒരേപോലെ മിക്സ് ആയിട്ടില്ലെങ്കിൽ. സോ അതേ തന്നെയാണ് എന്ത് സംഭവിക്കുന്നത് ഈ ഒപ്റ്റിക്കൽ ഫൈബേഴ്സിൻ്റെ കേസിലും. ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് ഉണ്ടാക്കുമ്പോൾ ഗ്ലാസിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എല്ലാ ഭാഗത്തും ഹോമോജനസ് ആയിട്ട് വന്നിട്ടില്ലെങ്കിൽ ദർ വിൽ ബി ഫ്ലക്ച്വേഷൻസ്. ഓക്കെ, സോ ദിസ് ഫ്ലക്ച്വേഷൻസ് ഇൻ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കോസസ് ദ ഡിഫ്ലക്ഷൻ ഇൻ ലൈൻസ് ഓഫ് പ്രോപ്പഗേഷൻ. ഈ പ്രോപ്പഗേഷൻ, ഫോർ എക്സാമ്പിൾ നോക്കൂ, ഒരു ലൈറ്റ് ഒരു സ്ട്രേറ്റ് ലൈനിലൂടെ പാസ് ചെയ്യാണ് ഇങ്ങനെ, അല്ലെങ്കിൽ ഒരു ഒപ്റ്റിക്കൽ ഫൈബറിലൂടെ പാസ് ചെയ്യാണ്. അപ്പോൾ അതിനകത്ത് ലൈറ്റ് ഇങ്ങനെയാണ് പാസ് ചെയ്യുന്നത്. Suppose at this point there is a inhomogeneity. ഇവിടെ ചെറിയ ഇൻഹോമോജനിറ്റി, അതായത് ഇത് പിന്നെ ഒപ്റ്റിക്കൽ ഫൈബർ പിന്നെ മാനുഫാക്ചർ ചെയ്തപ്പോൾ ഇവിടെ എന്ത് ചെയ്തു? ചെറിയൊരു റീജിയണിൽ എന്ത് ചെയ്തു? കുറച്ച് ലോ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ആയി. അതെ, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ലേശം ഒന്നും കുറഞ്ഞു പോയി. അപ്പോൾ എന്താ സംഭവിക്കുക? ദിസ് റേ വിൽ പാസ് ലൈക്ക് ദിസ്. ഓക്കെ, ബട്ട് ദിസ് ഈസ് no more greater than critical angle, so it will escape from this side. ഓക്കെ, അതവിടുന്ന് എസ്കേപ്പ് ചെയ്യും. സോ ദിസ് ഈസ് നോൺ ആസ് ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫ്ലക്ച്വേഷൻസ് ഇൻ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്തിന് കാരണമാകുന്നുണ്ട്? അറ്റനുവേഷന് കാരണമാകുന്നുണ്ട്. ഡ്യൂ ടു ദിസ് എ പോർഷൻ ഓഫ് ലൈറ്റ് പാസിംഗ് ത്രൂ ദ ഗ്ലാസ് ഫൈബർ ഗെറ്റ്സ് സ്കാറ്റേർഡ് ആൻഡ് ലോസ്റ്റ്. ദിസ് ഫിനോമിനൻ ഈസ് കോൾഡ് റെയ്ലി സ്കാറ്ററിംഗ്. സോ റെയ്ലി സ്കാറ്ററിംഗ് നമുക്ക് മറ്റുള്ള പിന്നെ സബ്ജക്റ്റിലൊക്കെ വരുന്നുണ്ട്. സോ ഇവിടെ ഒപ്റ്റിക്കൽ ഫൈബറിനകത്ത് റെയ്ലി സ്കാറ്ററിംഗ് എന്ന് പറയുമ്പോൾ അതാണ് ഉദ്ദേശിക്കുന്നത്. The losses due to Rayleigh scattering vary intensely with the fourth power of wavelength. So the effects are reduced to 0.3 decibel per kilometer at a wavelength 1.3 micrometer. Below this wavelength, the loss increases rapidly. Okay. ഇനി നമുക്ക് different types of losses നോക്കാം. First, absorption loss. Absorption loss is caused by three different mechanisms. ഒന്ന്, absorption by atomic defects and in the fiber glass composition. നമ്മൾ നേരത്തെ പറഞ്ഞു ഇമ്പ്യൂരിറ്റീസും അതുപോലെ ഡിഫക്ട്സ് ഒക്കെ, അറ്റോമിക് ഡിഫക്ട്സ് ഒക്കെ ഉണ്ടാവും, സോളിഡ് സ്റ്റേറ്റ് ഡിഫക്ട്സ് ഒക്കെ ഉണ്ടാവും. സോ ഈ ഡിഫക്ട്സ് കാരണമുള്ള അബ്സോർപ്ഷൻ, ചില അറ്റോമിക് റീജിയൻസ് എന്ത് ചെയ്യും? കൂടുതൽ ഫൈബറിനെ അബ്സോർബ് ചെയ്യും. ആൻഡ് ദിസ് ലീഡ്സ് ടു attenuation of the rays. Intrinsic absorption by impurities in the fiber material. Extrinsic absorption by impurities in the fiber material. Materials nagathulla impurities karanam. Intrinsic absorption by the host atoms in the fiber material. Fiber materials the host atoms karanalla fiber absorption.
ഇങ്ങനെ 3 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അബ്സോർപ്ഷൻ ഉള്ളത്. ഒന്ന് അറ്റോമിക് ഡിഫെക്ട്സ് കാരണം, മറ്റൊന്ന് ഇംപ്യൂരിറ്റീസ് കാരണം, മറ്റൊന്ന് ഹോസ്റ്റ് ആറ്റംസ് കാരണം. സോ ഈ 3 പോയിന്റ്സ് ആണ് ഇമ്പോർട്ടൻറ്റ്. ഒന്ന് അറ്റോമിക് ഡിഫെക്ട്സ്, ഇംപ്യൂരിറ്റീസ്, ഹോസ്റ്റ് ആറ്റംസ്. അതിൽ ഇംപ്യൂരിറ്റീസ് കാരണമുള്ള അബ്സോർപ്ഷൻ അത് എക്സ്ട്രിൻസിക് അബ്സോർപ്ഷൻ ആണ്. ഹോസ്റ്റ് ആറ്റംസ് കാരണമുള്ളത് ഇൻട്രിൻസിക് ആണ്. ഓക്കെ, ഇൻട്രിൻസിക് ആണ്, ഹോസ്റ്റ് ആറ്റംസ് തന്നെയാണല്ലോ. അത് ആ ആറ്റംസിൻ്റെ മെയിൻ ആറ്റംസ് അവ തന്നെ അബ്സോർബ് ചെയ്യും. അതിനാണ് ഇൻട്രിൻസിക് അബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. എക്സ്ട്രിൻസിക് ആണുള്ള ഇംപ്യൂരിറ്റീസ് നമ്മൾ പുറത്തുനിന്ന് ആഡ് ചെയ്യുന്നത്, അത് കാരണമുള്ള അബ്സോർപ്ഷനാണ് എക്സ്ട്രിൻസിക് അബ്സോർപ്ഷൻ. ഇൻ പ്യുവർ സിലിക്ക, due to the passage of light photons, valence electrons can be ionized into the conduction electrons by absorbing energy of 9 electron volts corresponding to wavelength of 4.14 micrometer, which lies in the IV region. Okay. നോക്കൂ, ചില കേസിൽ എന്ത് ചെയ്യും, ഈ നമ്മൾ പിന്നെ ഒപ്റ്റിക്കൽ ഫൈബറിൽ സിഗ്നലായിട്ട് പോകുന്ന ലൈറ്റില്ലേ, ഈ ലൈറ്റ് ഈ ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ മെറ്റീരിയൽ അതിനകത്ത് അബ്സോർപ്ഷൻ നടക്കും, എന്നിട്ട് അത് വേറെ ലൈറ്റ് എമിറ്റ് ചെയ്യും. ഓക്കെ, സോ ഇത് നമ്മുടെ ഡിസൈഡ് ഫ്രീക്വൻസി ആയിരിക്കും നമ്മൾ എമിറ്റ് ചെയ്യുന്നത്. സോ അല്ലെങ്കിൽ നമ്മുടെ സിഗ്നലിൻ്റെ ഇതും നഷ്ടപ്പെട്ടു അല്ലേ. അപ്പം നമ്മൾ വേലി തന്നെ വെള്ളം തിന്നാന്നുള്ളൊരു സംഭവമാണ്. അതായത് സിഗ്നൽ പാസ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ തന്നെ നമ്മുടെ സാധനം, നമ്മുടെ സിഗ്നൽ എന്താ അബ്സോർബ് ചെയ്ത് പോവുക. സോ ഇതിനാണ് നമ്മൾ അബ്സോർപ്ഷൻ ലോസസ് എന്ന് പറയുന്നത്. ഇത് എന്നിട്ട് എന്ത് ചെയ്യും, അത് എക്സൈറ്റ് ചെയ്യും. ഈ ഇതിനകത്തുള്ള സിലിക്ക ആറ്റംസ് എന്ത് ചെയ്യും, ദേ എക്സൈറ്റ് ഇൻ ടു ഹയർ ലെവൽസ്. This ionization leads to loss of energy in the input light and hence contributes to the transmission loss. This is called absorption loss. When the atoms within the glass molecules absorb light energy, IR absorption, they gets heated up. അത് മാത്രമല്ല, ഇത് നമ്മുടെ സിഗ്നൽ അബ്സോർബ് ചെയ്യുന്നത് മാത്രമല്ല, ഇത് കാരണം ഹീറ്റിംഗും ഉണ്ട്. സോ ദർ ഈസ് the fiber will be getting heated. Okay. For silica, the major IR absorption peak occurs at 8 micrometer with minor peaks at 3.2 micrometer, 3.8 micrometer and 4.4 micrometer. During the fabrication process of fiber, water molecules may be trapped in the glass fiber, which contributes to OH ions to the material. As a result, absorption peak occurs at 0.95, 1.25 and 1.39 micrometers with main peak at 1.39 micrometers. അത് മെയിൻ ഒന്ന് IR അബ്സോർപ്ഷൻ ആണ് ഫോർ സിലിക്ക. മൈനർ പിന്നെന്ന് വെച്ചാൽ ഈ ഫാബ്രിക്കേഷൻ പ്രോസസ്സിന് ഇടയ്ക്ക് എന്ത് ചെയ്യും, വാട്ടർ മോളിക്യൂൾസ് ഈ ഇതിനകത്ത് ട്രാപ്പ് ചെയ്യപ്പെടും. ഓക്കെ, ഈ ട്രാപ്പ് ചെയ്യുന്ന വാട്ടർ മോളിക്യൂൾസിനായിട്ട് എന്ത് ചെയ്യും, മെറ്റീരിയൽസ് പിന്നെ ഈ വാട്ടർ മോളിക്യൂൾസ് അബ്സോർബ് ചെയ്യുന്ന റേസ് ഉണ്ടാവും. സോ അത് കാരണം അബ്സോർപ്ഷൻ പീക്സ് ഉണ്ട്. സോ ദിസ് ഈസ് മെയിൻ പീക്ക് ഈസ് അറ്റ് 1.39 മൈക്രോമീറ്റർ. ഓക്കെ, സോ ഈ കേസിൽ IR അബ്സോർപ്ഷൻ്റെ കേസിൽ 8 മൈക്രോമീറ്റർ ആണ് മെയിൻ പീക്ക് വരുന്നത്. പിന്നെ 3.2, 3.8, 4.4 മൈനർ പീക്സ് ഉണ്ട്. വേണ്ട, നമ്മൾ ഇത് തീർക്കും. വിത്തിൻ 10 minutes we will finish this and we'll close. കിട്ടും. ഇല്ല, കഴിഞ്ഞ ക്ലാസ്സിൻ്റെ വീഡിയോ നമുക്ക് ഞാൻ 1 hour കഴിഞ്ഞപ്പോൾ ഇല്ല, കഴിഞ്ഞ ക്ലാസ്സിന് ഞാൻ റെക്കോർഡ് ചെയ്യാൻ മറന്നുപോയതാണ്. ഓക്കെ, സോ ഡ്യൂ ടു ഇറഗുലാരിറ്റീസ് ഇൻ ദ വേവ് ഗൈഡ് ജിയോമെട്രി. ഇനി അടുത്ത ലീക്കി മോഡ്സ്. ഒന്നാമത്തെ അബ്സോർപ്ഷൻ പിന്നെ ലോസ് നമ്മൾ പറഞ്ഞു, എന്താണ്, ദറ്റ് ഈസ് അബ്സോർപ്ഷൻ ലോസ്. അത് നമ്മൾ മെയിനായിട്ട് പറഞ്ഞത് അബ്സോർപ്ഷൻ ഡ്യൂ ടു പിന്നെ ഇംപെർഫെക്ഷൻ, അബ്സോർപ്ഷൻ ഡ്യൂ ടു ഹോസ്റ്റ് ആറ്റംസ്, അങ്ങനെ ഡിഫറെൻറ്റ് ആറ്റംസ് ഉണ്ട്, ഡിഫറെൻറ്റ് അബ്സോർപ്ഷൻസ് ഉണ്ട്. അതുപോലെ പിന്നെ വാട്ടർ മോളിക്യൂൾസ് ട്രാപ്പ് ചെയ്തത്, ഇതൊക്കെയാണ് അബ്സോർപ്ഷൻ ലോസിൽ വരുന്നത്. ഇനി ലീക്കി മോഡ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ വേവ് ഗൈഡ് ലോസസ് എന്ന് പറയും. ലീക്കി മോഡ്സ് ഡ്യൂ ടു ദ ഇറഗുലാരിറ്റീസ് ഇൻ ദ വേവ് ഗൈഡ് ജിയോമെട്രി. സോ ഇവിടെ നമ്മൾ വേവ് ഗൈഡ്സ് സിലിണ്ടറിക്കൽ, എക്സാക്ട് സിലിണ്ടറിക്കൽ ഷേപ്പിൽ തന്നെ ആവണമെന്നില്ല, എന്ന് നേരത്തെ പറഞ്ഞു അല്ലേ. നമ്മൾ വേവ് ഗൈഡ്സ് മാനുഫാക്ചർ ചെയ്യുമ്പോൾ നമുക്ക് എക്സാക്ട് സിലിണ്ടറിക്കൽ ഷേപ്പ് കിട്ടാൻ വളരെ പ്രയാസമാണ്. Sometimes for higher order modes, the incident angle becomes less than the critical angle and part of the ray will be refracted into the cladding called leaky modes. So claddingലേക്ക് ലീക്ക് ചെയ്യും. ഓക്കെ, ചില സിഗ്നൽസ് കാരണം എന്താണ്, നമ്മൾ ഈ ഫൈബർ മാനുഫാക്ചർ ചെയ്തപ്പോഴുള്ള ചെറിയ ഇത് കാരണം, ഓക്കെ, ജിയോമെട്രി മിസ്റ്റേക്ക് കാരണം നമുക്ക് ഒരിക്കലും ക്ലിയർ സിലിണ്ടറിക്കൽ ഷേപ്പ് നമുക്ക് ഒരിക്കലും കിട്ടില്ല. എപ്പോഴും എന്തുണ്ടാവും, പ്രാക്ടിക്കൽ. കാരണം നമ്മൾ പറയുന്ന സിലിണ്ടേഴ്സ് ആണെങ്കിൽ നമ്മൾ പിന്നെ തൂണെന്നല്ല പറയുന്നത്,
മൈക്രോമീറ്റേഴ്സ് ഓർഡറിലുള്ള സിലിണ്ടേഴ്സിൻ്റെ കാര്യം പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കറിയാം സിലിണ്ടറിൻ്റെ റേഡിയസ് കുറയും തോറും സർഫസിൻ്റെ കർവേച്ചർ കൂടുകയാണ്. അപ്പോൾ കർവേച്ചർ വളരെയധികം കൂടുമ്പോൾ ചെറിയൊരു വേരിയേഷൻ തന്നെ എന്ത് ചെയ്യും, വളരെയധികം വ്യത്യാസങ്ങൾ ഉണ്ടാക്കും. ഓക്കെ, സോ ദാറ്റ്ഫോർ ദിസ് ജിയോമെട്രി, ഈ സിലിണ്ടറിൻ്റെ ജിയോമെട്രി എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അത് കാരണം ക്ലാഡിങ്ങിലേക്ക് ലീക്ക് ചെയ്യുന്നതിനാണ് നമ്മൾ ലീക്കി മോഡ്സ് എന്ന് പറയുന്നത്. Successive partial refractions will decrease the intensity of rays as it propagates. ഇങ്ങനെ successive partial refractions will decrease the intensity of the rays as it propagates. These leaky modes can be reduced by surrounding the cladding layer by a third layer of pure silica with the refractive index value that lies between those of core and cladding. So ഇതിനെ നമ്മൾ മറികടക്കുന്നത് leaky modesനെ reduce ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ surrounding the cladding layer by a third layer of pure silica with refractive index value that lies between those of core and cladding. കോറിൻ്റെയും ക്ലാഡിങ്ങിനെയും ഇടയിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള ഒരു മെറ്റീരിയൽ നിന്ന് എവിടെ ചെയ്യും, അത് വെച്ചിട്ട് നമ്മൾ ക്ലാഡിങ്ങിനെ കവർ ചെയ്യും. ഓക്കെ, സോ ഇത് കാരണം നമുക്ക് ലീക്കി മോഡ്സ് കുറേയൊക്കെ കുറയ്ക്കാൻ പറ്റും. മറ്റൊരു തരം ലോസസ് ആണ് റേഡിയേഷൻ ഇൻഡ്യൂസ്ഡ് ലോസസ്. When optical fibers are exposed to ionizing radiation such as energetic electrons, protons, neutrons, X-rays, gamma radiations, etc., they undergo damage. Okay, അത് ചില കേസിൽ നമുക്ക് ഹൈ എനർജറ്റിക് ആയിട്ടുള്ള റേഡിയേഷൻസ് നമ്മൾ എന്ത് ചെയ്യുക, ഫൈബേഴ്സിലൂടെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സോഴ്സിൽ നിന്ന് നമുക്ക് ഇത്തരം റേഡിയേഷൻസ് ഇതിനകത്തേക്ക് കടക്കേണ്ട ഒരു അവസ്ഥ വരികയാണെങ്കിൽ ആ കേസിൽ ദിസ് റേഡിയേഷൻ വിൽ കോസ് ഡാമേജസ് ടു ദ ഒപ്റ്റിക്കൽ ഫൈബർ. ഓക്കെ, സോ അതാണ് പറയുന്നത് ഒപ്റ്റിക്കൽ ഫൈബേഴ്സിൻ്റെ ലോഞ്ചിങ് അല്ലെങ്കിൽ അതിൻ്റെ ഫേസ് വളരെ വളരെ നേർത്തതാണെങ്കിൽ പോലും നമ്മളത് ഏതെങ്കിലും അൾട്രാവയലറ്റ് അല്ലെങ്കിൽ പിന്നെ എക്സ്റേസിലേക്കൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ, ഓക്കെ, എക്സ്റേ ഒക്കെ എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ ഒപ്റ്റിക്കൽ ഫൈബേഴ്സിന് ഡാമേജ് സംഭവിക്കാൻ സാധ്യതയുണ്ട്. The term damage primarily refers to the additional loss of the propagating optical signal leading to decreased power at the output end, which could lead to premature failure of the component and the system. അത് ഡാമേജ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അഡീഷണൽ ലോസ് ഓഫ് ദ പ്രൊപ്പഗേറ്റിംഗ് ഒപ്റ്റിക്കൽ സിഗ്നൽ വീണ്ടും പിന്നെയും ലീഡിങ് ടു ഡിക്രീസ്ഡ് പവർ, അതിനാണ് നമ്മൾ ഡാമേജ് എന്ന് പറയുന്നത്. The loss of power or darkening occurs because the chemical bonds forming the optical fiber core are disrupted when impinging high energy results. Okay, high energy waves ഇതാകുമ്പോൾ എന്ത് ചെയ്യും, ഈ കോർ നിർമ്മിച്ചിരിക്കുന്ന ആറ്റംസിൻ്റെ ബോൺഡ്സ് എന്ത് ചെയ്യും, വീക്കാവും. ഓക്കെ, ഓർ കെമിക്കൽ ബോൺഡ്സ് എന്ത് ചെയ്യും, പിന്നെ disrupted, the bond will be disrupted and and therefore the optical fiber can lose power. Okay, high energy resulting in the appearance of new electronic transition states, giving rise to additional absorption in the wavelength regions of interest. Okay, സോ നമുക്ക് അഡീഷണൽ എക്സൈറ്റേഷൻ വരുമ്പം അത് കാരണമുള്ള സ്പെക്ട്രം ഉണ്ടാവും. ആ സ്പെക്ട്രം കൂടെ നമ്മുടെ സിഗ്നലിൻ്റെ കൂടെ മിക്സ് ചെയ്ത് വരും. Okay, this creates problems. Okay, then last type losses ആണ് inherent defect losses. Light loss in a fiber that cannot be eliminated during the fabrication process is due to impurities in the glass and absorption of light at the molecular level. So നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇമ്പ്യൂരിറ്റീസിനെ കുറിച്ച് അബ്സോർപ്ഷൻ ലോസിൻ്റെ കേസിൽ. പക്ഷേ ഇവിടെ മറ്റൊരു ചെറിയൊരു വ്യത്യാസം എന്ന് വെച്ചാൽ ലൈറ്റ് ലോസ് ഇൻ എ ഫൈബർ that cannot be eliminated during the fabrication process due to impurities in the glass and the absorption of light at the molecular level. So നമ്മൾ എത്ര പെർഫെക്റ്റ് ആക്കി കഴിഞ്ഞാൽ നമ്മുടെ സിഗ്നൽസിൻ്റെ ചെറിയൊരു ഭാഗം എന്ത് ചെയ്യും, പിന്നെ എന്ത് ചെയ്യും, ഈ ഫൈബറിൻ്റെ മോളിക്യൂൾസ് അബ്സോർബ് ചെയ്യും. ഓക്കെ, ഓർ ദ ഇമ്പ്യൂരിറ്റീസ് ഇൻ ദ ഗ്ലാസ് അബ്സോർപ്ഷൻ ഓഫ് ലൈറ്റ് അറ്റ് ദ മോളിക്കുലാർ ലെവൽ. ഓക്കെ, മോളിക്യൂൾസിൻ്റെ ലെവലിൽ, ആറ്റമിക് ലെവലല്ല, മോളിക്കുലാർ ലെവലിലും ഉണ്ടാവും ചെറിയ സ്പെക്ട്രംസ് ഒക്കെ, അല്ലെങ്കിൽ ചെറിയ എനർജി ലെവൽസ് ഡിഫറൻസ് ഒക്കെ. ആ കേസിൽ എന്ത് ചെയ്യും, അവിടെ അബ്സോർപ്ഷൻ നടക്കും, അത് കാരണവും നമുക്ക് ലോസ് ഉണ്ടാവും. ഇതിനാണ് ഇൻഹെറൻറ്റ് ലോസ് എന്ന് പറയുക. ലോസ് ഓഫ് ലൈറ്റ് ഡ്യൂ ടു വേരിയേഷൻസ് ഇൻ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി, കോമ്പോസിഷൻ ആൻഡ് മോളിക്കുലാർ സ്ട്രക്ചർ ഇസ് കോൾഡ് റെയ്ലി സ്കാറ്ററിംഗ്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, റെയ്ലി സ്കാറ്ററിംഗ് എന്നാണ്. ലോസ് ഓഫ് ലൈറ്റ് ഡ്യൂ ടു വേരിയേഷൻസ് ഇൻ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി, കോമ്പോസിഷൻ ആൻഡ് മോളിക്കുലാർ സ്ട്രക്ചർ ഇസ് കോൾഡ് റെയ്ലി സ്കാറ്ററിംഗ്. Rays of light encountering these variations and impurities are scattered in many directions and lost.
സോ ഇതാണ് ഇൻഹറൻറ്റ് ഡിഫക്റ്റ് ലോസ് വരുന്നത്. ഇൻഹറൻറ്റ് ഡിഫക്റ്റിൽ കാര്യമായിട്ട് വരുന്നത് പിന്നെ മോളിക്യൂൾസിൻ്റെയും മോളിക്കുലർ ലെവലുള്ള അബ്സോർപ്ഷൻസും അതുപോലെ എമിഷൻസും. ഓക്കെ, ഇത് കാരണമുള്ള ഇതാണ് ലോസിനെയാണ് നമ്മൾ ഇൻഹറൻറ്റ് ഡിഫക്റ്റ് ലോസസ്. സോ നമ്മൾ എത്ര ലോസസ് പഠിച്ചു? വി ഹാവ് ഫസ്റ്റ് അബ്സോർപ്ഷൻ ലോസ് എന്നാണ്. ഇറ്റ് ഇസ് ദ ലോസ് കോസ്ഡ് ബൈ 3 ഡിഫറെൻറ്റ് മെക്കാനിസം. 3 ഡിഫറെൻറ്റ് മെക്കാനിസംസ് ആണ് ഇതിന് കാരണമാവുന്നത്. ഒന്ന് അറ്റോമിക് ഡിഫക്ട്സ്. What happened? Okay. So ഇവിടെ absorption loss എന്ന് പറയുന്നത് the absorption loss is caused by 3 different mechanisms. Absorption by atomic defects. Atomic defects കാരണമുള്ള Okay. So the absorption loss is caused by 3 different atomic defects and impurities, then host atoms. ഈ 3 കാരണമുള്ള അബ്സോർപ്ഷൻ ലോസ് ഉണ്ട്. ഈ ഹോസ്റ്റ് ആറ്റംസിൻ്റെ അബ്സോർപ്ഷൻ ലോസിൽ മോളിക്കുലർ ലെവൽ വരുമ്പോൾ നമ്മളതിനെ ഇൻഹറൻറ്റ് ലോസ് എന്ന് പറയുന്നുണ്ട്. ദ പ്യുവർ സിലിക്ക ഡ്യൂ ടു ദ പാസേജ് ഓഫ് ലൈറ്റ്, പിന്നെ അതിനകത്ത് അയണൈസേഷൻ സംഭവിക്കുക. Okay, passage of light photons കാരണം valence electrons can be ionized into the conduction electrons by absorbing energy of 9 electron volt corresponding to the wavelength of 0.14 micrometer. Okay, so ഈ ഒരു emission കാരണം there is additional line and which is also disrupting our signal, which lies in the IR region. This is not IV, it's in the IR region. This ionization leads അതുപോലെ UV region വരുന്നുണ്ട്. പിന്നെ സിലിക്കയുടെ മേജർ IR അബ്സോർപ്ഷൻ പീക്ക് ചെയ്യുന്നത് എവിടെയാണ്? 8 മൈക്രോമീറ്ററിലാണ്. പക്ഷേ അതിൻ്റെ കൂടെ മൈനർ ആയിട്ടുള്ള അബ്സോർപ്ഷൻ പീക്സ് ഉണ്ട് അറ്റ് 3.8, 3.2, 4.4 മൈക്രോമീറ്റേഴ്സ്. അതുപോലെ വാട്ടർ ട്രാപ്പ് ചെയ്ത് കാരണമുള്ള അബ്സോർപ്ഷൻ ഉണ്ട്. ഈ വാട്ടർ അബ്സോർപ്ഷൻ ചെയ്യുന്ന മെയിൻ പീക്ക് വരുന്നത് 1.39 പിന്നീട് പിന്നെ മൈനർ പീക്സ് അറ്റ് 9.95 ആൻഡ് 1.25 മൈക്രോമീറ്റേഴ്സ്. പിന്നെ നമ്മൾ ലീക്കി മോഡ്സ് പറഞ്ഞത് എന്താണ്? ലീക്കി മോഡ്സ് പറഞ്ഞാൽ വേവ് ഗൈഡിൻ്റെ ജോമെട്രി ഇഷ്യൂ കാരണം എക്സാക്ട് സിലിണ്ടറിക്കൽ ഷേപ്പ് തന്നെ കിട്ടണമെന്നില്ല. കാരണം വളരെ ചെറിയ സിലിണ്ടേഴ്സാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. കാപ്പിലറി ട്യൂബ്സിനേക്കാളും ചെറുത് മുടി ഒരു ഹെയർ തിക്നെസ് മാത്രമുള്ള ഇതാണ് സിലിണ്ടേഴ്സാണ് നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നത്. സോ കർവേച്ചർ കൂടുതലാണ്. സിലിണ്ടർ കർവേച്ചർ കൂടുമ്പോൾ ചെറിയൊരു ഡിഫക്റ്റിന് എന്ത് ചെയ്യും? വലിയ വ്യത്യാസങ്ങൾക്ക് കാരണമാവും. സോ ദെർഫോർ ഡ്യൂ ടു ദിസ് ജിയോമെട്രി സം മോഡ്സ് ആർ ലീക്ഡ് ഇൻ ടു ദ ക്ലാഡിങ്ങിലേക്ക് ലീക്ക് ചെയ്യും. അതാണ് ലീക്കി മോഡ്സ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് എങ്ങനെ റെഡ്യൂസ് ചെയ്യാം? ബൈ റെഡ്യൂസിങ് ദിസ് ക്യാൻ ബി റെഡ്യൂസ്ഡ് ബൈ സറൗണ്ടിങ് ക്ലാഡിംഗ് ലെയറിനെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു 3rd ലെയർ ഓഫ് സിലിക്ക വിച്ച് ഹൂസ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇസ് ബിറ്റ്വീൻ കോറിൻ്റെയും ക്ലാഡിങ്ങിൻ്റെയും റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ ഇടയ്ക്കുള്ള റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ളൊരു സിലിക്ക ലെയർ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം? നമുക്ക് ക്ലാഡിങ് സറൗണ്ട് ചെയ്താൽ ഈ ലീക്കി മോഡ്സ് നമുക്ക് കുറേയൊക്കെ കുറയ്ക്കാം. പിന്നെ റേഡിയേഷൻ ഇൻഡ്യൂസ് ലോസ്, നമ്മൾ എക്സ്റേ അതുപോലത്തെ ഹൈ എനർജി റേഡിയേഷനൊക്കെ നമ്മൾ ഈ ഇതിലേക്ക് കടത്തി വിട്ടാൽ, ഒപ്റ്റിക്കൽ ഫൈബറിലേക്ക് അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ഫൈബർ എക്സ്പോസ് ചെയ്യപ്പെട്ടാൽ ഇത്തരം റേഡിയേഷനിലേക്ക് അത് കാരണം സംഭവിക്കാം? ഇതിനകത്ത് ഡാമേജ് സംഭവിക്കാം. ഡാമേജ് ആണെന്നാൽ അതിനകത്ത് ഇതാണ് ഡിക്രീസ്ഡ് പവർ സിഗ്നലിൻ്റെ പവർ ഡിക്രീസ് ചെയ്യാൻ കാരണമാകുന്ന സംഭവിക്കാം. ഓക്കെ, അതാണ് ഒന്ന്. മറ്റൊന്ന് ഇൻഹറൻറ്റ് ഇഫക്റ്റ് ലോസ് എന്ന് നേരത്തെ മോളിക്കുലർ ലെവലുള്ള അബ്സോർപ്ഷൻ. IR ഇതിലുള്ള നമ്മൾ പിന്നെ ഇൻഹറൻറ്റ് അല്ലെങ്കിൽ ആറ്റംസിൻ്റെ മോളിക്യൂൾസിൻ്റെ അബ്സോർപ്ഷൻ, മോളിക്കുലർ ലെവലുള്ള അബ്സോർപ്ഷൻ കാരണമുള്ള ഇഫക്റ്റ് നമ്മൾ ഇൻഹറൻറ്റ് ഡിഫക്റ്റ് ലോസസ് എന്ന് പറയും. സോ ഇത്രയാണ് നമുക്ക് ഡിഫക്ട്സ് ആയിട്ട് ഇതിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ ബൈ ദിസ് വി ഹാവ് കവേർഡ് ദി എൻറ്റയർ സിലബസ്. ഒപ്റ്റിക്കൽ ഫൈബറിനകത്ത് നമുക്ക് ഉണ്ടായിരുന്ന സിലബസിലുണ്ടായിരുന്നത് ആക്സെപ്റ്റൻസ് ആംഗിൾ, ഒപ്റ്റിക്കൽ ഫൈബർ, ന്യൂമറിക്കൽ അപ്പർച്ചർ ഓഫ് ദി ഒപ്റ്റിക്കൽ ഫൈബർ, സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബേഴ്സ് എന്താണെന്ന് പറഞ്ഞു, ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബേഴ്സ് എന്താണെന്ന് പറഞ്ഞു, അതുപോലെ അറ്റനുവേഷൻ ഇൻ ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് പറഞ്ഞു, അബ്സോർപ്ഷൻ ലോസസ്, ലീക്കി മോഡ്സ്, റേഡിയേഷൻ ഇൻഡ്യൂസ് ലോസസ്, ഇൻഹറൻറ്റ് ഡിഫക്റ്റ് ലോസസ്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, സോ ഐ വിൽ സ്റ്റോപ്പ് ഹിയർ. ഇഫ് യു ഹാവ് എനി ഡൗട്ട് യു ക്യാൻ ആസ്ക്.
So we have successfully covered the entire syllabus for PSC exam. So now onwards we will have intensive revisions and exams until 27th. Okay. So ഇന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ക്ലാസ്സിലെ ഡൗട്ട് അല്ല, നാളെ മുതൽ റിവിഷൻ രണ്ട് റിവിഷൻ വെച്ചൂടെ അല്ലേ, രാവിലെ വൈകുന്നേരം? വെക്കാം തീർച്ചയായിട്ടും. ക്വാണ്ടം മെക്കാനിക്സ്, ക്ലാസിക്കൽ മെക്കാനിക്സ് ഒരുപാടുള്ളത് പകുതി ആക്കാതെ ഒരു 3 ക്ലാസ് ഒക്കെ കിട്ടിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ആദ്യം ആൻസർ തന്നിട്ടില്ലല്ലോ, അപ്പൊ ഫുൾ. ഓക്കെ തീർച്ചയായിട്ടും നമുക്ക് അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇതിനുള്ള സമയം കംപ്ലീറ്റ് നമുക്ക് ഇതിന് യൂസ് ചെയ്യാം. ഡെയിലി 2 hours വെച്ച് നമുക്ക് ഇരിക്കാം. ഓക്കെ, ഡെയിലി 2 hours വെച്ച് നമുക്ക് എന്തെങ്കിലും നിങ്ങളാണ് എഫേർട്ട് എടുക്കേണ്ടത്. നിങ്ങൾ വായിച്ചിട്ട് മാക്സിമം ഡൗട്ട്സ് ഉണ്ടാക്കി വരിക. ഓക്കെ, മാക്സിമം ഡൗട്ട്സ് നിങ്ങൾ വരുമ്പോൾ നമുക്ക് അതെല്ലാം ക്ലിയർ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് നല്ല ഇഫക്റ്റീവ് ആവും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എഫേർട്ടാണ് ഇനി കാണിക്കേണ്ടത്. ഞാൻ എൻ്റെ ഭാഗത്തു നിന്നുള്ളത് ഞാൻ മാക്സിമം ഞാൻ ചെയ്യും. ഓക്കെ, ഒരു സജഷൻ പറയട്ടെ. പറഞ്ഞോളൂ. ഈ ഷീറ്റ് ഇപ്പം റിവിഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഷീറ്റ് ഓൾറെഡി ഗ്രൂപ്പിലിടുക, എന്നിട്ട് അത് നമ്മൾ സ്വന്തം പ്രിപ്പയർ ചെയ്തിട്ട് ഡൗട്ട്സ് ഉള്ളത് മാത്രം ഡിസ്കസ് ചെയ്താൽ പോരെ? ഡൗട്ട് ഉള്ളത് വേണമെങ്കിൽ നമുക്ക് ഗ്രൂപ്പിൽ ചോദിച്ചാൽ ആരെങ്കിലും റിപ്ലൈ ചെയ്യണമെങ്കിൽ അങ്ങനെ മതി. പിന്നെ അത് വളരെ ഇഫക്റ്റീവ് ആണ്. പക്ഷെ നിങ്ങൾ അതിന് ഇനീഷ്യേറ്റീവ് എടുക്കണം ആരെങ്കിലും. അങ്ങനെ ഇട്ടാൽ മതി, ഓരോ ദിവസവും ചെയ്യാനുള്ളത്. എന്നിട്ട് നമുക്കിത് തമ്മിൽ അങ്ങനെ പറയാം. എന്നിട്ട് അതും കിട്ടാത്തുണ്ടെങ്കിൽ മാത്രം, അല്ലെങ്കിൽ അതിലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ മാത്രം സാറ് പറഞ്ഞാൽ. തീർച്ചയായിട്ടും വളരെ നല്ലൊരു സജഷനാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ദിവസം ഡിസ്കഷനുള്ള ഷീറ്റ് നിങ്ങൾ ആദ്യം പ്രൊവൈഡ് ചെയ്യുക, ഗ്രൂപ്പിൽ ഇടുക. എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ തന്നെ അതിൽ 29th നമ്പർ ഡിസ്കഷൻ ആൻസർ എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് ആർക്കെങ്കിലും കിട്ടിയോ, അങ്ങനെ നിങ്ങൾ അങ്ങോട്ടും ഡിസ്കസ് ചെയ്യുക. അപ്പോൾ ഞാനിതൊക്കെ കാണും, അതിനിടയ്ക്ക് നിങ്ങൾക്ക് കിട്ടാതെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാനും റെഫർ ചെയ്തിട്ട് ഞാനും പറഞ്ഞുതരും. അപ്പോൾ നമുക്കത് കൂട്ടായിട്ടുള്ളൊരു പരിശ്രമമാക്കാം. എല്ലാവരും കൂടെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള എല്ലാവരും വി ഹാവ് ടു വർക്ക് ടുഗദർ. നല്ലൊരു സജഷനാണ്. ഓക്കെ, അപ്പോൾ അത് ശ്രമിച്ചു നോക്കുക. ഇനിയുള്ള ദിവസങ്ങളിൽ ടോപ്പിക്സിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉള്ളവർക്ക് എന്നെ പേഴ്സണലായിട്ട് കോൺടാക്ട് ചെയ്യാം. ഗ്രൂപ്പിൽ വേണമെങ്കിൽ അങ്ങനെയും ചോദിക്കാം. ആർക്കെങ്കിലും അങ്ങനെ പരസ്പരം അങ്ങോട്ടും സഹായിക്കാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്തോളൂ, നിങ്ങൾ എല്ലാ സംശയങ്ങളും ഗ്രൂപ്പിലിട്ടുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് പിന്നെ എൻ്റെ ഭാഗത്തേക്ക് ചെയ്യേണ്ട നീട്ടേണ്ട കാര്യങ്ങൾ ഞാൻ എന്ത് ചെയ്യാം, ഞാൻ പ്രത്യേകം അതിന് ചെയ്തിട്ട് ഡിസ്കസ് ചെയ്യാം. പിന്നെ പേഴ്സണലായിട്ട് കോൺടാക്ട് ചെയ്യേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാം. ഓവർ ഫോൺ വഴിയും വാട്സാപ്പ് വഴിയും കോൺടാക്ട് ചെയ്യാം. അതിനൊന്നും യാതൊരു മടിക്കേണ്ട. നിങ്ങൾക്ക് എപ്പോഴും ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഐ വിൽ ഓൾവേസ് ബി റെഡി ഫോർ യു. സാർ ഞങ്ങൾ ചെയ്തോളാം. പക്ഷേ സാർ റിവിഷൻ ക്ലാസ്സായിട്ട് തന്നെ ഒരു സ്ട്രക്ചറിൽ പോയാൽ ഞങ്ങൾക്ക് 5 പറഞ്ഞ കൂട്ട് ഡിവൈഡ് ചെയ്ത് പോയാലേ, പോർഷൻസ് ഡിവൈഡ് ചെയ്ത് പോയാൽ നിങ്ങൾ വായിച്ചിട്ട് റെഡി ആയിട്ട് വരാം. അല്ലെന്നുണ്ടെങ്കിൽ അതൊരു കാര്യം ഗ്രൂപ്പിൽ അത്രയും റെസ്പോൺസ് ഇല്ല. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഗ്രൂപ്പിൽ നിങ്ങൾ ഡൗട്ട്സ് ചോദിച്ചോളാം. പക്ഷെ സാറും ഇപ്പൊ റിവിഷൻ ക്ലാസ് വെക്കുന്നില്ലേ, അതേ കൂട്ട് തന്നെ പോയിരുന്നെങ്കിൽ പോർഷൻസ് പറഞ്ഞിട്ട് ക്ലാസ് ആയിട്ട് തന്നെ പോയാ ഞാൻ പറഞ്ഞത് നോക്കിയിട്ടും വരാം. നിങ്ങൾ ചെയ്ത ക്ലാസ്സിൽ ഇത് കിട്ടാത്ത, ആർക്കും കിട്ടാത്ത അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒരുപാട് ഉണ്ടാവില്ല. അത് നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ട് റിവിഷൻ ക്ലാസ്സിൽ ചോദിച്ചാൽ പോരെ? അല്ല, അത് റിവിഷൻ ക്ലാസ് നേരെ എടുക്കാം. നിങ്ങൾക്ക് റിവിഷന്റെ പുറമെ അതുപോലെ തന്നെ പോണം. അത്രേ പറഞ്ഞോളൂ. സൗദ പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ഗ്രൂപ്പ് ഡിസ്കസ് ചെയ്യാം. പക്ഷേ റിവിഷൻ ക്ലാസ് സാറ് പറയുമ്പോൾ സാറ് പറയുമ്പോൾ അതിന്റെ ഒരു സ്ട്രക്ചർ കാണുമല്ലോ. ഇത്ര ലെക്ചേഴ്സ് ഒരു ദിവസം എന്ന് പറയുമ്പോൾ എല്ലാവരും നോക്കിയിട്ട് വരുമല്ലോ. അതുകൊണ്ടാണ് റിവിഷൻ ആയിട്ട് തന്നെ ക്ലാസ് ആയിട്ട് തന്നെ ഡെയിലി 2 ക്ലാസ്സസ് തന്നിരുന്നെങ്കിൽ ഉപകാരമായിരുന്നു. ബാക്കി സൗദ പറഞ്ഞുകൊണ്ട് കാര്യം 1 by 1 ക്വസ്റ്റ്യൻ എടുത്ത് സാറിന് പറയാൻ ടൈം കിട്ടിയെന്ന് വരില്ല. അപ്പൊ അതുകൊണ്ട് ഞങ്ങള് മാക്സിമം ഗ്രൂപ്പില്, പക്ഷെ എല്ലാരും ഒന്ന് ആക്റ്റീവ് ആവണം ഗ്രൂപ്പില്.